അപ്പോൾ എല്ലാത്തിൽ നിന്നും ജയത്തിൽ നമ്മളെ നിർത്തിയിരിക്കുന്ന കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞാൽ, സ്തുതിച്ച് പറഞ്ഞാട്ട് ഹല്ലേലൂയ. എന്നെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് വിടുവിച്ച ജീവനെ തന്ന കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായിട്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി പേർക്ക് വരാൻ സാധ്യമായിട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയാം, താങ്കൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അസ്വസ്ഥമായി തീർന്ന മേഖലയാണെങ്കിൽ ആ അസ്വസ്ഥതകളെ മാറ്റുവാൻ കർത്താവ് നിങ്ങൾക്കൊരു സന്ദേശം തരുവാൻ ആഗ്രഹിക്കുക. This morning God wants to remove your restlessness and give you a message. Some of you are worried. ചിലരിങ്ങനെ ഭാരപ്പെട്ട്, ചിലർക്ക് എന്തൊക്കെയോ വലിയ പ്രയാസങ്ങൾ, മനസ്സിന്റെ ഇടുക്കങ്ങളൊക്കെ വന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ആത്മാവ് ഒരു സന്ദേശത്തെ നൽകിയാണ്. The Spirit of God is rendering a message to those who are burdened in the Spirit. Hallelujah. എത്ര പേർക്ക് സന്തോഷമുണ്ട്? Hallelujah. How many of you are joyful today? ഞാൻ അതുകൊണ്ട് ഈ സന്ദേശത്തിന് ഒരു തലക്കെട്ടിടുന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നത്, അതിന്റെ എന്താണ് ടോപ്പിക് എന്ന് ചോദിച്ചാൽ, യേശുവിലെ വിശ്രമം. Rest in Christ would be an ideal topic. And I would say Jesus is your rest. യേശു ആകുന്നു നിങ്ങളുടെ വിശ്രാമം. വിശ്രാമം എന്നാണ് മലയാള വാക്ക്, വിശ്രമമല്ല, വിശ്രാമം. This is a rest in Christ. English there's only one word, rest. മലയാളത്തിൽ അത് വിശ്രമം എന്ന് നമ്മൾ പറയും, വിശ്രമ കേന്ദ്രം എന്ന് കേട്ടില്ലേ. പക്ഷെ ബൈബിളിനകത്ത് പറയുന്നത് വിശ്രാമം എന്നാണ്. ദീർഘമുണ്ട്. വിശ്രാമം എന്ന് പറഞ്ഞാൽ ദൈവികമായിരിക്കുന്ന സ്വസ്ഥതയ്ക്ക് വേണ്ടി പറയുന്നത്. So in Malayalam there's another word, Vishramam, which shows heavenly rest. ആമേൻ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. Let's begin with Hebrews chapter 4 verse 1. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഭയപ്പെടുക എന്ന് പറയുന്ന ഒരു വാക്ക് വേദപുസ്തകത്തിൽ മുഴുവനും 366 പ്രാവശ്യം ഡു നോട്ട് ഫിയർ, ഭയപ്പെടരുതെന്ന് എഴുതിയിരിക്കുന്നു. ഓരോ ദിവസത്തേക്കുമുള്ള ഭയപ്പെടരുതെന്നുള്ള വാക്കുകൾ, അത്രയും വാക്കുകളുണ്ട്. 366 പ്രാവശ്യം ഭയപ്പെടരുതെന്നാണ് പറയുന്നത്. In the Bible there are 366 times it is mentioned, do not be afraid. One for every day. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. But here the word of God says, since a promise remains of entering his rest, let us fear, lest any of you seem to have come short of it. Fear to have the promise of rest. ആ വാഗ്ദാനം നൽകിയിരിക്കുന്ന വിശ്രമം നമ്മൾക്ക് കിട്ടാതെ പോയെന്ന് വരാതിരിക്കുവാൻ ഭയപ്പെടണമെന്നാ പറയുന്നത്. We must fear that the promise of rest might not be lost. ഞാൻ ചില ഗ്രീക്കും ഹീബ്രു വാക്കുകളൊക്കെ പറയുന്നത് അതിന് പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഈ സ്വസ്ഥത എന്ന് പറയുന്ന വാക്കിന് എഴുതിയിരിക്കുന്ന ഗ്രീക്കിലുള്ള വാക്ക് കാറ്റപ്പോസിസ് എന്ന്. കാറ്റപ്പോസിസ് എന്ന് പറഞ്ഞാൽ പുട്ടിംഗ് ടു റെസ്റ്റ്, അതിനെ വിശ്രമത്തിൽ ആക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. So the Greek word mentioned here for rest is kataposis, which means putting you to rest. എന്തിനാ ആ വാക്ക് അങ്ങനെ വെച്ചിരിക്കുന്നത്? പല വാക്കുകൾ വരും. ആ വാക്ക് വെച്ചിരിക്കുന്നത് നീയായിട്ടൊന്നും ചെയ്യണ്ട, നിന്നെ സ്വർഗത്തിലെ ദൈവം പുത്രനെ അയച്ച് വിശ്രമത്തിലാക്കി വെച്ചിരിക്കുക. Which means you don't have to do anything for the rest. Through the Son, Heavenly Father has put you to rest. ഇന്ന് രാവിലെ ആരെങ്കിലും ഇതിനകത്തിരുന്ന് ഈ കാലം അത്രയും നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ പരിശ്രമം കൊണ്ടാണ്. എന്നാൽ സ്വർഗീയമായിരിക്കുന്നവനിലേക്ക് നോക്കിയാൽ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന വിശ്രാമം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. ഈ ജൂലൈ മാസം 20-ാം തീയതി വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സ്വസ്ഥത ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്നെന്ന് പറയുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. Until today, if you haven't received rest from the Lord, today you must desire for a rest from your Heavenly Father. ചിലർ പറയുന്നില്ലേ, എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുന്നു, ഒരു സമാധാനമില്ലെന്ന്. Some say, I have no peace, I don't know what's going on. എത്ര ചെയ്താൽ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, എത്ര വേദപുസ്തകം വായിച്ചാലും, എത്ര ആത്മാവിൽ കൈയടിച്ച് തുള്ളിച്ചാടി പാടിയാലും, ഇവിടുന്ന് കഴിഞ്ഞ് വെച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴല്ലോ ഒരു സമാധാനമില്ലാത്ത മോഹം അവർക്കെല്ലാം. How much ever you worship, how much ever you clap your hands, when you come out of this place you have a state of restlessness. ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അയ്യോ ഏതാണ്ട് നഷ്ടപ്പെട്ടതുപോലെ പലരും ഇരിക്കുന്നത്.
Some of you are, സന്തോഷമില്ല. കാര്യം സ്വസ്ഥത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തില്ല. even some of you are sitting here as if there is no peace or rest, because rest is not something you can produce. You can't produce it. നിങ്ങൾക്കത് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഒരുത്തൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥതയെ നൽകിയതാണ്. Since you can't produce rest, someone has given ആ it to us. സ്വസ്ഥതയാണ് നമുക്ക് ആസ്വാദികരമായി തീരേണ്ടത്, നമ്മൾ അനുഭവിക്കേണ്ടത്. This rest is something that we need to enjoy. അതുകൊണ്ട് പറഞ്ഞ പുട്ടിംഗ് ടു റെസ്റ്റ്, നിന്നെ ആ വിശ്രമത്തിലാക്കി വെച്ച വാക്കാ പറയുന്നത്. അവന്റെ സ്വസ്ഥത, അവന്റെ സ്വസ്ഥത, എന്റെ സ്വസ്ഥതയല്ല, നിന്റെ സ്വസ്ഥതയല്ല, അവന്റെ സ്വസ്ഥത. That's why he has given us his rest. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. എന്റെ ചോയ്സ് ആണ് എനിക്ക് സമാധാനത്തോടെ ജീവിക്കണോ വേണ്ട എന്നുള്ളത്. It is my choice whether I want to remain in നിങ്ങൾക്ക് rest. മനസ്സിലാകുന്നു? അതിപ്പോഴും ഇറ്റ് ഈസ് ഓപ്പൻ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അവന്റെ സ്വസ്ഥത തുറന്നു വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളിൽ ആർക്കെങ്കിലും കിട്ടാതെ പോയെന്ന് വരാതിരിക്കേണ്ടതിന് പേടിച്ചോണമെന്നാ പറഞ്ഞത്. പേടിച്ചോണം. അടുത്തിരിക്കുന്ന ആളോട് പറയാൻ, നിനക്ക് പേടി വരണം. ഈ സ്വസ്ഥത അങ്ങേയറ്റം നിനക്ക് സ്വസ്ഥത തരുന്നതാണ്. അത് കിട്ടാതെ പോയെന്ന് പറഞ്ഞ് നീ അവൻ വ്യാകുലപ്പെട്ട് ഇരിക്കാതിരിക്കുവാൻ വേണ്ടി നീ പേടിച്ചോണം. This rest is available for us. It's open for us. We must fear that we might not lose this rest. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ റൂത്തിന്റെ പുസ്തകത്തിനകത്ത് നല്ല സ്നേഹനിധിയായിരിക്കുന്ന ഒരു അമ്മായിയമ്മയാണ്. അങ്ങനെ അമ്മായിമാർക്ക് ഈ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. When we read the Old Testament, the book of Ruth, we read about a very മൂന്നാം loving അധ്യായം, mother-in-law. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിനകത്ത് ആമേൻ അവളെ ചുംബിച്ച്, നിന്റെ ദേശം എന്റെ ദേശം, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ആൾക്കാർ എന്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് കൂടെ ഇറങ്ങി വന്ന ആമേൻ നവോമിയുടെ വന്ന റൂത്തിനെ നിങ്ങൾ ഓർത്തു നോക്കിക്കേ. Think about Ruth, who followed Naomi and said, your God is my God, your people are my people. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയാം, മോളെ നീ നന്നായി ഇരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം ഒരുക്കേണ്ടതല്ലയോ, അന്വേഷിക്കേണ്ടതല്ലയോ. Now in the 3rd chapter, Naomi tells Ruth that you might find a resting place, I might find a place. അപ്പൊ ആ വാക്ക് റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്ന ആ വാക്ക്, ആ വിശ്രാമ സ്ഥലം എന്ന് പറയുന്ന മനോക്ക് എന്നാണ് ആ വാക്ക്. മനോക്ക് ഹീബ്രു വാക്കിനകത്ത് മനോക്ക്, ആ വാക്കിൽ നിന്നാണ് മനോഹ ഉണ്ടായതും നോഹ ഉണ്ടായതും ഒക്കെ ആ വാക്കിൽ നിന്നാണ്. The Hebrew word for the resting place mentioned here is Manok, from which the name Manoah, Noah, etc. originated. അപ്പൊ ആ വചനം എന്താ? ആ വാക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ഒരു വിശ്രമം ഒരുക്കട്ടെ എന്നാണ് അമ്മായിമ്മ അവരോട് ചോദിക്കുക. So the mother-in-law is asking her, shall I make a resting place for കാരണം you? എന്താണെന്നറിയോ? അവൾക്ക് മനസ്സിലായി, ഒരു ബോവാസിനെ ദൈവം ഇവക്ക് വേണ്ടി ഒരുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വസ്ഥതയിലേക്ക് ഇവൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൾ മാത്രമല്ല, നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നൊരു വിശ്വസിച്ചോണം, ആമേൻ, നിന്റെ വീട്ടിനകത്ത് ഒരാൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചാൽ ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബം മുഴുവൻ സ്വസ്ഥത അനുഭവിക്കും. She knew that by preparing a Boaz, the entire household is going to be at rest. നിങ്ങൾ നോക്കിയ വീട്ടിനകത്ത് ഒരാൾക്ക് പനിയാണെങ്കിൽ എല്ലാവരുടെയും പിന്നെന്ത് പറയാ, പനി അങ്ങോട്ട് പോകണ്ട, പനി അല്ലേ, പനിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടല്ലേ, ആർക്കാ സ്വസ്ഥത ഉണ്ടാകുന്നത്? എല്ലാവരും അസ്വസ്ഥരായി തീരും. Suppose a person in a family has fever, everyone moves away from the ചെറിയ person. അസുഖങ്ങൾ മതി, ചെറിയ അസുഖങ്ങൾ, അപ്പോഴത്തേക്ക് എന്തുമായി തീർന്നു? വീടിന്റെ അന്തരീക്ഷം മുഴുവൻ അസ്വസ്ഥമായി തീരുകയാണ്. Small sickness, the house becomes restless. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റൂത്തിനോട് നവമി ചോദിക്കുന്നത്, നീ ഇത്രയും നാളും എന്റെ കൂടെ നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ കഷ്ടപ്പാടുകളൊക്കെ കണ്ടോണ്ട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി ഒരു റെസ്റ്റിംഗ് പ്ലേസ്, ഒരു മനോക്ക് ഉണ്ടാക്കട്ടെ. Naomi says to Ruth that I know that you have toiled hard and walked with me and had many troubles. Now shall I make a resting place for ഈ you? ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവവചനം എന്ന് പറയുന്നത് നമ്മളെ കെട്ടാനുള്ളതല്ല, മറിച്ച് ഏതോ കെട്ടിനകത്ത് കിടക്കുന്ന നമ്മളെ അഴിച്ചുവിടാനുള്ള ദൈവവചനം. The word of God is never to bind you but release you from bondage. Amen. To untie those who are under the yoke. ആരൊക്കെയോ നുകത്തിന്റെ കീഴിൽ, അട്ടിമ്മ നുകം പോലെ ചില വചനങ്ങൾ നിന്നെ നുകത്തിന്റെ കീഴിൽ കൊണ്ടുവച്ചിരിക്കുകയാണെങ്കിൽ അത് വചനമൊന്നല്ല വിളിക്കുന്നത്, അത് വേറെ ഏതാണ്ട് ഉദ്ദേശത്തിനാണിത്. കർത്താവിന്റെ വചനമാണ്, അത് നിന്നെ സ്വതന്ത്രമാക്കുന്നതാണ്. If the word is going to bind you or chain you, that's not word of God. God's word will deliver you and release you. ഞാൻ അതിനെ ഈ പലപ്പോഴും പറയുന്നത്, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അറിയാം, പോപ്പുലർ ഗോസ്പൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു സുവിശേഷത്തിന്റെ രീതിയുണ്ട്.
I normally tell people who walk with me about popular gospel. That is a normal gospel that we hear. ആ പോപ്പുലർ ഗോസ്പെൽ കേട്ട നമ്മൾ ഈ പേടിച്ചു പോകുന്നത്. We get very scared അത് hearing this പ്യൂർ ഗോസ്പെൽ, അത് ഗ്ലോറിയസ് ഗോസ്പെൽ അല്ല, അത് മഹത്വമുള്ള സുവിശേഷമല്ല, അത് സംശുദ്ധമായ സുവിശേഷമല്ല. അതിന്റെ പുറകിൽ ഒരു ഹുക്കുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, നിന്നെ പിടിക്കുക എന്നുള്ള അതിന്റെ ഉദ്ദേശം. In the popular gospel, that's not pure gospel or true gospel. There is a hook there to catch you. പ്യുവർ ഗോസ്പെലിന്റെ ഗുണം എന്നറിയാം, ഫോളോ ജീസസ് എന്ന. The pure gospel is all about following Jesus. ഈ പോപ്പുലർ ഗോസ്പെലിന്റെ പുറകിലുള്ള കാര്യം എന്നറിയാം, ഫോളോ മീ എന്ന്, എന്നെ നീ എന്റെ കൂടെ വാന്നാ പറയുന്നത്. Popular gospel tells you follow me. ഒരു ആരാധനയുണ്ട് അവിടെ വരണെന്നാ പറയുന്നത്. It says we have a worship there, you come to that place. അവന് ഒന്നാമത്തെ സ്വതന്ത്രനായി നടക്കുന്നവനെ പിടിച്ച് കെട്ടിവെക്കും. As it is, he is free. Now you're മൂത്രം ഒഴിക്കാൻ പോലും അവനെ സമ്മതിക്കത്തില്ല. You're not even allowing him to have a meal. ആഴ്ചയിൽ 7-8 ദിവസം ഉപവാസ പ്രാർത്ഥന. Every single day fasting. ഇവന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. He has no time to do his things. അതല്ല ദൈവവചനം. ദൈവത്തിന്റെ വചനം നിന്നെ സ്വതന്ത്രമാക്കുന്നതാണ്. God's word releases you. നീ അച്ചടക്കത്തോടു കൂടി നിന്റെ ജീവിതത്തെ നയിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നിനക്ക് തന്നിരിക്കുന്നത്. God's word is given to you that you may lead a disciplined life. ശ്വാസം മുട്ടിപ്പിക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. ശ്വാസം മുട്ടി നിൽക്കുന്ന നിനക്ക് ആശ്വാസം തരുന്നതാണ്. God's word doesn't suffocate you but release you from choking. അതുകൊണ്ട് പലരും ആമേൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഈ വചനത്തെല്ലാം തെറ്റിദ്ധരിപ്പിച്ചാണ് അവതരിപ്പിക്കുന്നത്. Many are presenting the gospel in a twisted I manner. always say, if you don't understand the text, ഈ എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല, ആർക്ക് വേണ്ടി എഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി, എന്താണ് അതിന്റെ പോലത്തെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല, ഈ ടെക്സ്റ്റ് നമ്മളെ മൂലയ്ക്ക് കൊണ്ട് നിർത്തിക്കളയും. If you don't understand the context of the text, it can corner you. മനസ്സിലായി? അത് നമ്മളെ ഈ പറഞ്ഞ പോലെ നമുക്ക് അനങ്ങാൻ പറ്റാത്തതുപോലെ വേദപുസ്തകത്തിലെ വാക്യം തന്നെയാണ്, പക്ഷെ നമുക്ക് ചലിക്കാൻ പറ്റാത്തതുപോലെ നമ്മളെ കെട്ടിയിട്ട് കളയും. This is something that will bind you, that you are not able to move any അങ്ങനെ ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. ഇത് വളരെയധികമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. One such word that everyone misunderstands is Matthew 7:13 and 14. അതിനകത്ത് എഴുതി ഒന്ന് വായിച്ചാട്ടെ. ഇടുക്കുവാതിലൂടെ കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അടുത്ത ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഇത് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള, ഞാൻ പറയാൻ തന്നെ അറിയാം. ഇത് സംസാരിക്കുന്ന മുഴുവൻ സ്വർഗത്തെ നരകത്തെ കുറിച്ച് പറയാനായിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. We all have heard this verse and we think that it talks about heaven and hell. ഇവിടെയാണ് ഈ കൺഫ്യൂഷനാണ് കൊണ്ടിട്ടിട്ടാണ് നമ്മുടെ നന്മകളെ ഈ പറയുന്ന എതിർശക്തികൾ കവർന്നു കളയുന്നത്. And when confusion is brought, all our blessings are blocked by the opposite enemy. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുകയാണ്. കൺഫ്യൂഷൻ, ഞാൻ ഇനി പോവോ, ഞാൻ കർത്താവ് വന്നാൽ എന്നെ കൊണ്ടുപോകും, ഇങ്ങനെ സംശയം. ആർക്കാണ്? ചർച്ചിൽ വരുന്നവർക്ക്. So those who come to church are doubtful. നിങ്ങൾ നോക്കിയ വഴിയെ നടക്കുന്നതിന് ഈ കൺഫ്യൂഷൻ ഇല്ല. നീ സത്യസുവിശേഷമല്ല, യഥാർത്ഥ സുവിശേഷമല്ല കേട്ടെങ്കിൽ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോഴും നീ കൺഫ്യൂസ്ഡ്. നിനക്ക് തന്നെ അറിയത്തില്ല എന്തോ ആയി തീരുമെന്ന്. Remember, those who are outside the church are not confused, but you are sitting inside the church and confused. നിങ്ങൾ അതുകൊണ്ട് നോക്കി, രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കുന്നതിന് മുമ്പിലായി വലിയ വഴി കിടക്കുന്നത്. വലിയ വഴി, ബ്രോഡ് വേ. രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് വലിയ വഴിയാ. Actually, the broad way is before those who are already saved. എന്ന് വെച്ചാൽ they think that they are saved. അവർ രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് അവർ ബ്രോഡ് വേ നിൽക്കുക. ബ്രോഡ് വേ വിത്ത് സിക്നസ് ആൻഡ് പോവർട്ടി. They think വോറിസം, എല്ലാ കഷ്ടതകളും ക്ലേശങ്ങളും, ആമേൻ ഹല്ലേലൂയ, ദാരിദ്ര്യവും അനാരോഗ്യമെല്ലാം നിറഞ്ഞിരിക്കുന്ന വലിയൊരു വഴിക്കകത്ത് രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കുന്നവനിരിക്കുന്നത്. Those who think that they are saved are standing on a broad way full of sickness, poverty and stress. Stress, problems. ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതൊക്കെയാ, പക്ഷെ വിശാലമായ വഴിക്കകത്താ കിടക്കുന്നത്. The problem is you are saved but you are in the broad way. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ചർച്ചസ്. നിങ്ങൾ പോയി നോക്കിക്കോ, മിക്കവാറും എല്ലായിടത്തെയും പ്രസംഗങ്ങൾ ഇങ്ങനെ ആയിരിക്കും. വളരെ കുറച്ച് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. കർത്താവിന്റെ ആത്മാവിന്റെ ആലോചനയാൽ ചിലർ എഴുന്നേറ്റ് നിന്ന് ഇതൊന്നും അല്ലെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. Most of the churches have this problem, but recently, because of the Spirit, some have changed the messages according to the Spirit of God. Only few enjoys his rest. അവന്റെ വിശ്രമം അനുഭവിക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. There are only few who enjoy. നാരോ വേ കണ്ടില്ലേ? അവർക്ക് മനസ്സിലായി ഈ പറയുന്നതൊന്നുമല്ല, ഈ കിടക്കുന്ന ഈ ചിന്താഗതികളൊന്നുമല്ല. ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ ആണെങ്കിൽ ഒരു സാധനത്തിനും എന്നെ തൊടാൻ ഒക്കത്തില്ല.
And they have the right understanding that if I am with the Lord, nothing can touch me. പഴയ നിയമത്തിനകത്ത് ഒരു പ്യുവർ ഗ്രേസിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിനകത്തേക്ക് വന്നിട്ട് 10-11 വാക്യങ്ങൾ ചോദിച്ചാൽ പ്യുവർ ഗ്രേസ്. കാര്യം ഇസ്രായേൽ മക്കൾക്ക് ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ എന്താ പറയുന്നത് സംശുദ്ധമായിരിക്കുന്ന കൃപ അവിടെ എഴുതിയിരിക്കുക. There is a verse that talks about pure grace in the Old Testament, Deuteronomy chapter 6 verse 10 onwards. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. ആരോടാ? നിങ്ങളോടല്ല, പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നിങ്ങൾക്ക് ദേശത്തേക്ക് നിന്നെ കൊണ്ടു ചെന്നിട്ട് എന്തോ ചെയ്യും? പ്യുവർ ഗ്രേസ് കണ്ടോ? സംശുദ്ധമായ കൃപയ്ക്കകത്ത് നീയൊന്നും ചെയ്യുകയല്ല, അങ്ങനെ കൊണ്ടു ചെന്നിട്ട് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങൾ, ആമേൻ ഹല്ലേലൂയ, നിറയ്ക്കാത്ത സമ്പത്ത്, കുഴിക്കാത്ത കിണറുകൾ, നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങൾ തരുമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നീ ഒന്നും ചെയ്തിട്ടല്ല, അതാണ് ഈടുക്കം. ഇതിനകത്തൂടെ കയറിപ്പോ ഈ ചിന്താഗതിക്കകത്ത് വരുന്നതിന്റെ പേരാണ് ഈടുക്കം എന്ന് പറയുന്നത്. Here the word of God says that the Lord your God brings you into a land which is what your fathers Abraham, Isaac and Jacob, to give you a large and beautiful cities which you did not build, house full of all good things which you did not fill, hewn out wells which you did not dig, vineyards and olive trees which you did not plant. This is a narrow state where you're enjoying everything that you did not work for. ഒന്നാമത്തെ കാര്യം നമുക്ക് വേണം ആരാണ്ട് പണിതിട്ടു പോയി നമ്മൾ കയറി താമസിക്കുന്നു. രണ്ടാമത്തെ സാധനം നോക്കിയേ, നിന്റെ ജീവിതത്തിൽ സമ്പന്നനാകാനുള്ള ഒരു വഴിയുമില്ല, പക്ഷെ കർത്താവ് നിന്നെ സമ്പന്നനാക്കും. In your life there is no way you can be rich. നിങ്ങൾക്ക് God makes you rich. പണിത ആരോ പണിത വീടിനകത്ത് വാടകയൊന്നും കൊടുക്കേണ്ട, കയറി താമസിക്കുന്നു, വീടായേ. പക്ഷെ പൈസ എവിടുന്ന് വരും? സമ്പത്ത് എവിടുന്ന് വരും? നീ നിറയ്ക്കാത്ത സമ്പത്ത് നിന്റെ അടുക്കൽ വരുവാൻ അവരൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴിയാണ് ഇടുക്ക വഴി. God has made a way for the finances and richness to come to you, and that is a narrow way. ബാക്കി പറയാം, കുഴിക്കാത്ത കിണർ, ആരാണ്ട് കുഴിച്ചിട്ടിരിക്കുന്ന കിണർ കിട്ടിയാന്നൊക്കെ പറയാം, അതെല്ലാം നമുക്ക് ഓക്കെ പറയാം. And wells that you have in നീ your house, that's okay. വരുന്നതിന് മുമ്പേ ആരാണ്ട് തോട്ടം ഉണ്ടാക്കി, ആ തോട്ടം എടുത്തു. പക്ഷെ സമ്പത്ത് എങ്ങനെ വരും? Vineyards somebody has built. സമ്പത്ത് വരുന്ന എങ്ങനെയാ വെച്ചാൽ സമ്പന്നൻ കൂടെ ഇരിക്കുന്നുണ്ട് ബോധമുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ സമ്പത്ത് എത്തിച്ചേരും. How does richness come to you? When you believe that the rich one is with you. ബാക്കി എല്ലാം ആരെങ്കിലും ചെയ്തതിന്റെ ബാക്കി പത്രമാണെങ്കിൽ സമ്പന്നത, ഈ സമ്പന്നനായിരിക്കുന്നവൻ ദരിദ്രനായി തീർന്ന് അവന്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നനാക്കിയതാണ്. He who was rich became poor for us, that through his poverty we might become rich. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ മത്തായി 7:14 പറയുന്ന ജീവനെ കുറിച്ച് പറയും. ജീവൻ നിത്യജീവന്റെ കാര്യമല്ല പറയുന്നത്. നീ ഇവിടെ ഈ ജീവൻ അനുഭവിക്കണമെങ്കിൽ ഈ ചിന്താഗതികളെ നീ മാറ്റണം. നിന്റെ ചിന്ത വിശാലമായി കിടക്കുന്ന ആരാണ്ടൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ചിന്താഗതികളിൽ നിന്ന് കർത്താവിനെ മാത്രം നോക്കി നീ അതിനകത്തോട്ട് കയറിയാൽ അവന്റെ സമ്പന്നത മുഴുവനും, അവന്റെ ജീവന്റെ സമൃദ്ധി മുഴുവനും നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. You have to change your understanding. Just focus on the Lord and step into that path. All his richness will become yours. അതുകൊണ്ട് യേശു പറഞ്ഞത് യോഹന്നാൻ 10:10 പറഞ്ഞത് എന്തുവാ? ഞാൻ വന്ന എന്തിനു വേണ്ടിയാ? Abundant life. എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ജീവനെ നിലനിർത്തിയതായിട്ട് നന്ദി എന്ന് പറയരുത്. ജീവനെ നീ തന്നതിനായി സ്തോത്രം, പക്ഷെ എനിക്ക് അതല്ല വേണ്ടിയത്, എനിക്ക് സമൃദ്ധമായ ജീവൻ വേണം. That's why it says in John 10 that he has come to give us life and life abundant. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ കർത്താവ് എന്റെ ജീവനെ സൂക്ഷിച്ചതിനായി നന്ദി, ഒരു ദിവസം കൂടെ എന്റെ ആയുസിനെ അവിടുന്ന് ദൈർഘ്യമാക്കി തന്നതിനായി സ്തോത്രം. പക്ഷെ അത് പോരാ, എന്റെ ശരീരത്തിനകത്ത് സകല അവയവങ്ങളും നിന്റെ ജീവന്റെ സമൃദ്ധിക്കകത്ത് അത് ആക്ടിവേറ്റഡ് ആകട്ടെ. 7:14 പറയുന്നത് ആ ജീവൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർത്തോണം, അവൻ നമുക്ക് തന്നതാണ് ഈ ജീവൻ. Life is something he has given us. ഞാൻ ജീവിച്ചിരിക്കുന്ന വഴിയിൽ അത് എടുക്കുന്ന വഴിയാ. കാര്യം എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അതിനകത്തൂടെ കയറി പോകണം. That is a narrow road. I don't know. To show others, മറ്റുള്ളവരെ എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ജീവന്റെ സമൃദ്ധിയെ കാണിക്കാൻ എന്നെ ഇവിടെ വെച്ചേക്കുന്നു. The Lord has placed me here to show others the നീ ചത്തുപോയാൽ ദൈവത്തിന് മഹത്വം കിട്ടത്തില്ലെന്നർത്ഥം. എന്നാൽ നീ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിച്ചാൽ അവന് മഹത്വം കിട്ടുമെന്ന്. Nobody gets glory if we die, but we are alive to declare the work of the Lord. മത്തായി 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. Matthew 11:28.
വിളിക്കുന്ന കേട്ടില്ലേ? എങ്ങനെയാ വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്നാ വിളിച്ചത്. Come to me all who are burdened and heavy laden. എല്ലാവരെയാ വിളിച്ചത്. All who are അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone who does not? എല്ലാവർക്കും ഉള്ള ഇൻവിറ്റേഷൻ നടന്ന്. It is an invitation for എടാ all. കുഞ്ഞെ, നീ ഗമ കാണിച്ച് അവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല, നിന്നെ കൂടെ ചേർത്താ വിളിച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. വരിക വരിക എന്നാ പറഞ്ഞത്. He says come. എന്നിട്ട് അടുത്ത് പറയുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. ആശ്വസിപ്പിക്കുക. He says I will give you rest. ആമേൻ. റെസ്റ്റ് ആ വാക്കുണ്ടല്ലേ, ആശ്വസിപ്പിക്കുന്ന റെസ്റ്റ് ഏരിയ എന്നറിയാം. അവിടെ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന അനപ്പോവോ എന്ന വാക്ക്. അനപ്പോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ് ക്വയറ്റ്, നിന്നെ ശാന്തമാക്കി ഇരുത്തുന്നവനാ നിന്നെ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? റെസ്റ്റ് തന്നെ എല്ലാ വാക്കുകളും ഒന്നിനോടൊന്ന് ചേർന്നാ വരുന്നത്. ഒന്ന് വിശ്രാമം നമ്മൾ കണ്ടു, ആമേൻ, വിശ്രമ സ്ഥലം നമ്മൾ കണ്ടു. ഇപ്പോൾ പറയും ആശ്വസിപ്പിക്കുന്നവൻ. നിന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? നീ ശാന്തമായിരിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹമാണെന്ന്. നീ വെപ്രാളം പിടിച്ച് വിരളി പിടിച്ചിട്ട് വാല തീ പിടിച്ച പോലെ ഇരിക്കുന്നു. ചർച്ച വന്നാലും അങ്ങനെ ഇരിക്കുന്നു, എഴുതിട്ട് ഓടാൻ വേണ്ടി ഇരിക്കുന്നു. God wants to see you at rest because you are panicking, you are worried, and He offers the rest. അനപ്പോവോ എന്ന് പറഞ്ഞാൽ ടു കീപ് ക്വയറ്റ്, നിന്നെ ശാന്തമാക്കി നിർത്തുക. Anapoa is a Greek word used here for rest, which means to keep quiet. യേശു തന്ന നമ്മുടെ ഈ രക്ഷയെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. രക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മരിച്ചേച്ച് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നത്. അല്ലല്ല, നീ ഇവിടെ വിശ്രമത്തിലിരിക്കണം, അതാ നിന്റെ രക്ഷ. The salvation Jesus has given us is about rest. നമ്മൾ ഇത് ഇവിടുത്തെ കാര്യമല്ല സംസാരിക്കുന്നത്, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പരദേശികള് അവിടെ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ യേശു കർത്താവിന്റെ പ്രതിനിധികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ജീവിക്കുന്നത്? How should the children of God live here on earth as representatives? ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? സ്വർഗത്തിലുള്ളവർ മഹത്വപ്പെടുത്തുക, വേറെ ഒന്നും അവർക്ക് അറിയത്തില്ല. We must glorify എന്ന് God. യഥാർത്ഥമായ ദൈവമഹത്വം കിട്ടേണ്ടത് ഇവിടല്ലേ? അതെങ്ങനെയാ കിട്ടുന്നത്? നിന്റെ നേരെയുള്ള നടപ്പ് കാണുമ്പോഴാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. When you walk in the straight path, God gets a glory. എന്റെ കുഞ്ഞെ, നീ ചത്തുപോയ ദൈവത്തിന് മഹത്വം വല്ലതും കിട്ടൂ? If you die, God is not going to give you glory. ഇയാൾ നാളെ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി കഴിഞ്ഞ് ദൈവത്തിന് എന്തോ മഹത്വം കിട്ടാനാ? God is not going to get ഉടനെ any പറയുന്ന glory കേട്ടില്ലേ? if you die. എന്നാലും ദൈവം ഭയങ്കര ക്രൂരത അവരോട് കാണിച്ചെന്നല്ലേ ചോദിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ ദൈവത്തിന് എന്തോ നിങ്ങൾ ചോദിച്ച്, പെട്ടെന്ന് നിങ്ങൾക്കൊരു ആപത്തുണ്ടായാൽ ഉടനെ നിങ്ങളോട് ബന്ധമുള്ളവർ എന്നെ പറയുന്നു, എന്നാലും കഷ്ടമായി ദൈവം കണ്ണി ചോരയില്ലാതെ ചെയ്ത് കളഞ്ഞെന്ന് പറയും. ദൈവത്തിന് കണ്ണി ചോരയില്ലെന്ന്. If an accident happens, then you will say, why Hello. did God do it? ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കിട്ടേണ്ടത് നിന്നിൽ കൂടിയാണ്. Through you, God has to get glory here on the earth. അതുകൊണ്ടാ പറഞ്ഞ, യേശു കർത്താവ് നൽകി തന്ന രക്ഷയാണ് ഈ വിശ്രമം. So this rest is a salvation Jesus has given us. That is what Jesus has done on the cross. കുരിശിൽ അവൻ ചെയ്തതില്ലേ, അതാണ് നിന്റെ രക്ഷ. നീ ഒന്നും ചെയ്യണ്ട, അവൻ നിനക്ക് വേണ്ടി സകലതും ചെയ്തു. This is what Jesus has done on the cross. That's your salvation. അത് മനസ്സിലാക്കുന്നതാണ് ഈ നാരോവേ. Understanding that, work on the cross. ക്രിസ്ത്യാനിറ്റിയിൽ എല്ലാവരും ബ്രോഡ്വേയിലാണ്. ക്രിസ്ത്യാനിറ്റിയിൽ എല്ലാവരും ബ്രോഡ്വേയിലാണ്, വിശാലമായി വഴിക്കകത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ, ഒരു സ്തോത്രം പറഞ്ഞേട്ടെ. Glory. ജീവൻ എന്ന് പറയുന്നതിന്റെ വില എത്രയാണ് നമ്മൾ മനസ്സിലാക്കിക്കോണം. We need to understand the value of life. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ രക്ഷ ഇങ്ങനെയാണെങ്കിൽ ഈ കൃപ എന്ന് പറയുന്നത് എന്താണ്? കൃപ. If this is salvation, what is grace? കൃപയാണ് വാസ്തവത്തിൽ ആ വിശ്രമ സ്ഥലത്ത് നിന്റെ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന, നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കുവാൻ സഹായിക്കുന്ന നിന്റെ വിശ്രമ സ്ഥലമാണ് ഈ കൃപ എന്ന് പറയുന്നത്. Grace is something that helps you operate in your resting place. നിന്നെ രക്ഷിച്ച് കർത്താവിന്റെ കൃപയ്ക്കകത്ത് കൊണ്ടിരുത്തിയപ്പോൾ നിന്റെ അകത്ത് ചില വിശ്വാസങ്ങൾ വരുന്നില്ലേ, അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള ഇടമാണിത്. When you are saved, there is a faith that comes into you, and grace is an area that helps you operate that. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നിർത്തി വായിക്കാം. പക്ഷെ അതിന്റെ കാതലായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. Colossians 2:9-12.
ഒന്നാമത്തെ വാക്യം 9-ാമത്തെ വാക്യം ഒന്ന് കേട്ടാട്ടെ. അവനിലല്ലോ നിങ്ങൾ നോക്കി, ആരിലാണ്? യേശു കർത്താവ്. അത് മുമ്പ് ഇന്ന് പറഞ്ഞു വരുന്നുണ്ട്. യേശു കർത്താവിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി. ഇവനാണ് കുരിശിൽ മരിക്കുന്നത്, അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പൊ ദൈവീകമായി, അതുകൊണ്ട് സാരാംശത്തിൽ ഏകത്വമുള്ള ഇവിടുത്തെ ആരാധന എങ്ങനത്തെ ആരാധനയാ? ഇപ്പൊ വന്നിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും, നേരത്തെ ഉള്ളവർക്കും അറിയാം. ഇവിടെ തൃത്വാരാധനയാണ്, മോഡലിസം അല്ല, മൊണാർക്കിസം അല്ല. തൃത്വാരാധന, ട്രിനിറ്റേറിയൻ വർഷിപ്പാണ്. കാര്യം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അവര് നൽകി തന്ന ഒരു നാമമാണ് യേശു എന്ന നാമം. യേശു മനുഷ്യനൊന്നുമല്ല. യേശു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സ്വർഗം തീരുമാനിച്ചിട്ട് ഒരു അവസ്ഥ അയച്ചു തരികയാണ്. ശരീരമൊക്കെ വെച്ച് ഇറങ്ങി വരികയാണ്. ദൈവം മനുഷ്യനല്ല, നമ്മളെ പോലെ ചിന്തിക്കാൻ മനുഷ്യനല്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരാൾ ഇറങ്ങി വരികയാണ്. അവന്റെ പേര് സ്നേഹമെന്നാണ്, വിശ്വാസം എന്നാണ്, പ്രത്യാശ എന്നാണ്, എല്ലാമാണ് അവന്റെ പേര്. In Christ Jesus dwells all the fullness of Godhead in bodily form. We have Trinitarian worship here. And Jesus is not man, he is God, he is a state. And for us to understand that state, he took the bodily form and he's come to us so that we know he is love, he is everything for us. ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയും. ഞാൻ ക്രിസ്തുവിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാടെ അകത്ത് കയറിയിരിക്കുമെന്ന് അതിന്റെ അർത്ഥം അല്ല. ആ അവസ്ഥയ്ക്കകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പം life in Christ means we are not inside a person, it is a state. യേശു എന്നിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശു ആകുന്ന അവസ്ഥ എന്റെ അകത്തുണ്ടെന്ന് അതിന്റെ അർത്ഥം. Which means the state of Christ is in me. അല്ലാണ്ട് ഒരാൾ കയറി അകത്തിരിക്കാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. ഒരു സിറ്റുവേഷനെ ദൈവം ഉണ്ടാക്കിയിട്ട് എന്റെ അകത്തോണ്ട് വെച്ചു. ആ അവസ്ഥയ്ക്കകത്ത് എന്നെ കൊണ്ടിരുത്തി. Christ is a situation, God created it, placed it in us and made us sit inside that state. അതുകൊണ്ടാണ് ഇവനെ ഇറങ്ങി വരും, മനുഷ്യനായി ഇറങ്ങിയ സർവ്വസമ്പൂർണ്ണത ദേഹരൂപമായി വസിച്ചവൻ. അവൻ എന്താണ് ചെയ്യുന്നത്? അടുത്ത വാക്ക് നോക്കിക്കാട്ടെ, 10-ാമത്തെ വാക്ക്, 10th verse. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. അപ്പൊ ഇവൻ ആരാണ്? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവൻ. തലയായവനിൽ നമ്മൾ പരിപൂർണരാണ്. He is the head of all principality and power. ഈ യേശു എന്ന് പറയുന്ന ദൈവിക അവസ്ഥയ്ക്കകത്ത് നമ്മളെ പരിപൂർണമാക്കി. You are perfect in Christ. And we are perfect in this state in Christ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ വേറെ ചിന്തിക്കരുത്. നീ ചർച്ചിനകത്ത് വന്നിരുന്ന് ഉറങ്ങാനല്ല നീ ആഗ്രഹിക്കേണ്ടത്. ഈ പരിപൂർണനായവനിൽ കൂടി എനിക്കിന്ന് കിട്ടുന്നതും കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ അറിയാതെ കിടക്കുന്നതിന്റെ അടുക്ക വെളിച്ചമായി ഞാൻ നിൽക്കും. We are not supposed to be sleeping here to know him and to be a light in Christ. 11-ാമത്തെ വാക്യം നോക്കിയേ. അങ്ങനെ പരിപൂർണരായിരിക്കുന്ന നിങ്ങളിൽ നിന്ന് ജഡത്തിന്റെ ഹല്ലേലൂയ ജഡ ശരീരത്തെ അവൻ ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ തീരുമാനം എടുക്കുമ്പോൾ പോകുന്നതല്ലെന്ന് ഇതിന്റെ അർത്ഥം. ഇന്ന് തൊട്ട് ഞാൻ അത് ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല, അവൻ ഉരിഞ്ഞ് കളഞ്ഞ് പരിച്ഛേദന തന്നിരിക്കുകയാണ്. He has ഇതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കത്തില്ലെന്ന് എടുക്കുന്ന നിന്റെ തീരുമാനം നാളെ കള്ളു കുടിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് നീ മനസ്സിലാക്കിയ നിന്നെ അങ്ങനെ ആക്കിയിരിക്കാൻ മനസ്സിലായ നിനക്ക് ഇത് തൊടാനൊക്കത്തില്ല. Putting off the body of sins of the flesh by circumcision of Christ. മനസ്സിലായോ? നമ്മൾ പുകവലി അങ്ങ് നിർത്തുക. നീ നിർത്തുന്നോണ്ടാ പിന്നെ നാളെ തുടങ്ങുന്നത്. You try to stop smoking. അതെ, ഞാൻ ശ്രമിച്ചു. 4-5 പേര് വലിക്കുന്ന കണ്ടപ്പോ എനിക്കും അങ്ങ് വലിക്കണം തോന്നി. പിന്നെ നീ എല്ലാരും വലിപ്പിക്കുകയും ചെയ്യും. ചർച്ചിലൊക്കെ വന്നിരുന്ന് പാസ്റ്ററിനെയൊക്കെ വലിപ്പിച്ചു കളയും. And you get back to that addiction. വലിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയും. മനസ്സിലായോ? നീ നിർത്താത്തതിന്റെ കുഴപ്പം എന്താ അറിയോ? നിനക്ക് ഇത് എന്തുവാന്ന് പോലും അറിയത്തില്ല. നീ എപ്പോഴും ക്രിസ്ത്യാനാണ്, ക്രിസ്ത്യാനിയാണ്. നീ വിശാല വഴിയിൽ നെഞ്ചും തള്ളി ഇങ്ങനെ നടക്കുക. You are a Christian still walking on the broad way. ജീവന്റെ സാമർത്ഥ്യത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ രക്തത്താൽ എന്റെ ആ ചിന്തകളെ ഞാൻ കഴുകുന്നെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ജഡത്തിൽ നിന്ന് ഇതിനെ ഉരിഞ്ഞു കളഞ്ഞു നിനക്ക് മനസ്സിലാവും. When you understand that you are in the narrow way, you will be able to put it off from your flesh. 12-ാമത്തെ വാക്യം നോക്കിയേ. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സ്നാനത്തെ കുറിച്ചാ പറയുന്നത്. സ്നാനത്തിൽ നിങ്ങളിൽ സ്നാനപ്പെട്ട എത്ര പേരുണ്ട് ഇതിനകത്ത്? സ്നാനപ്പെടാത്ത ആരണ്ടൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ സ്നാനപ്പെടണമെന്ന് ഞാൻ പറയും. അത് എനിക്കിവിടെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഒന്നും ആദ്യം വിചാരിക്കരുത്. എനിക്കിതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. നിങ്ങൾ ക്രിസ്തുവിനോടാണ് ചേരുന്നത്. Baptism is important because you are joining with Christ. ഇവിടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയേ ഇല്ല. It's not about membership. നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായിരുന്നാ മതി. You just have to be part of the body of Christ. ആമേൻ, ഹല്ലേലൂയ. സ്നാനം എന്ന് പറയുന്നത് മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇതെല്ലാം കർത്താവിൽ സംഭവിക്കുകയാണ്. And in baptism we have death and resurrection in Christ. മധുപാസ് യേശുവിനെ കണ്ടിട്ടുണ്ടോ?
എന്ന ചോദ്യമല്ലേ? ഇതിനകത്ത് ആരെയും യേശുവിനെ കണ്ടിട്ടുണ്ടോ? How many of us have seen Jesus? ഒറ്റ ഒരാളും കണ്ടിട്ടില്ല. No പിന്നെ one has ആരാണ്ടൊക്കെ seen. പറഞ്ഞു തന്ന അനുഭവത്തിലല്ലേ, അറിവിലല്ലേ നിങ്ങൾ നടക്കുന്ന? അനുഭവം ഉണ്ടായിട്ടുണ്ടോ? Do you have experience or are you walking according to what someone else മനസ്സിലാക്ക, told you? നിങ്ങൾ ആരാണ്ടൊക്കെ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഭാഗ്യപത്രങ്ങളായി ഇരിക്കാതെ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന ഇവനെ വ്യക്തമായി കാണാൻ വേണ്ടിയാ. Don't walk in someone else's experiences. You are given the Holy കാര്യം നമ്മൾ Spirit to walk. പ്രസംഗങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്നു, കൈയടിക്കുന്നു, തുള്ളിച്ചാടുന്നു, അലകുത്തി മറിയുന്നു, ഈ പറയുന്ന വേദോസം മുഴുവൻ കാണാതെ പഠിക്കുന്നു, വാക്യങ്ങളെല്ലാം അറിയാം, പക്ഷെ പേഴ്സണലി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നില്ല. We know verses, we know messages, but personally we are not using the Holy Spirit. ഈ മാർഗം ഉണ്ടായ ആദ്യത്തെ 400 വർഷം ഇങ്ങനെ ഒരു പുസ്തകം ഇല്ലെന്നേ. ഇങ്ങനൊരു പുസ്തകം ഇല്ലെന്ന് ആദ്യത്തെ 400 വർഷം. The initial 400 years of Christianity, there was no Bible. ബൈബിൾ എന്ന് ഞാൻ പറഞ്ഞതിൽ പുസ്തകം, this book was not available. This book was not there. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതിനെ എങ്ങനെയാണ് അവരെല്ലാം പരിശുദ്ധാത്മാവിനെ കേട്ടവരാ. But they all heard the Holy Spirit. പരിശുദ്ധാത്മാവിനെ അവർ കേട്ടു. They heard the Holy Spirit. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. Paul had വ്യക്തതകൾ ഉണ്ടായി. Paul ആ had- വ്യക്തതകളൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചു. and they wrote it down. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹ അല്ല എഴുതുന്നത്, തർത്തോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എഴുതുന്നത്. കാര്യം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പുള്ളി നോട്ട് ചെയ്തു. നിങ്ങൾ നോട്ട് എഴുതുന്നത് പോലെ പലർക്കും നോട്ട് ബുക്കും ഇല്ല. പിന്നെ എന്താ എഴുതി? ഏത് തർത്തോസാ? ആരാ? ഇതിനകത്ത് തർത്തോസന്മാരൊക്കെ അല്ല. സ്വോത്രം പറ. Hallelujah. എഴുതാതിരിക്കുന്നവർക്ക് എന്താ പറയാ? എനിക്കറിയാം, ഐ നോ ഇറ്റ്, മിസ്റ്റർ നോ ഇറ്റ് ഓൾ എന്ന് പറയാം. എനിക്കെല്ലാം അറിയാം. അപ്പൊ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. That's why when Paul narrated things, നമ്മൾ there were നമ്മൾ people വളരത്തില്ല, നമ്മൾ അവിടെ കിടക്കും. കാര്യം എല്ലാം അറിയാമല്ലോ, എല്ലാം അറിയാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ കുലുക്കും. If you think you know everything, പാസ്റ്റർ you don't പറഞ്ഞു take അത് down പോയിന്റാന്ന് notes. പറയാം. പോയിന്റാ, നീ പോയിന്റേ ഇരിക്കത്തേ ഉള്ളൂ. അത് പോയിന്റാണ്. ഈ പോയിന്റ് ഞാൻ വേറെ എങ്ങാണ്ട് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ നീ പോയിന്റിലായി പോ. പിന്നെ ഇച്ചിരി കഴിയുന്നോണ്ട് ഇങ്ങനെയും കാണിക്കും, സമയായെന്ന്, ടൈം ഔട്ട്, പോയിന്റ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ആയിപ്പോവും നമ്മള്. അങ്ങനെ കല്ലുപോലെ വിശാലമായ ക്രിസ്ത്യാനിയെ നീ കല്ലുപോലെ അവിടെ ഇരുന്ന് പോത്തേ ഉള്ളൂ. ക്രിസ്ത്യൻസാ, എല്ലാം ക്രിസ്ത്യൻസാ, ക്രിസ്ത്യാനികളാ, പക്ഷെ വിശാല വഴിക്കകത്ത് നിൽക്കുക. കാര്യം ഏതാണ്ടൊക്കെ അതിന്റെ എല്ലാം പുറകെ നമ്മളങ്ങ് പോവാ. വിശാല വഴി നീ ഇങ്ങോട്ട് മാറി നിന്നിച്ചോ, ഇങ്ങോട്ട് മാറി നോക്കിയ ക്രിസ്തുവിൽ അവൻ നിന്നെ നീതീകരിച്ചതാണ്. അവന്റെ തേജസ് നിന്നെ അണിയിച്ചിരിക്കുകയാണ്. അവൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിന്നെ ആക്കിയതാണ്. God has clothed you with His glory as He is, so are you. സ്നാനം എന്തുവാ? Baptism. യേശു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ പോലെ സ്നാനത്തിനകത്തോട് നമ്മളും അതുപോലെ അവനോട് നമ്മള് താരതമ്യം പ്രാപിക്കുകയാണ്. ഇനി ഞാൻ അങ്ങനാണെന്നങ്ങ് നിശ്ചയിച്ച് ഉറപ്പിക്കുന്നതാണത്. Baptism is being ആ one വാക്ക് with നിങ്ങൾ എല്ലാവരും ഒന്ന് Christ. ചേർന്ന് വായിച്ചേ. ആ 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12ാമത്തെ വാക്യം, സ്നാനത്തിൽ നിങ്ങളെന്നുള്ള മാറ്റിയിട്ട് ഞാനെന്നാക്കിക്കേ. സ്നാനത്തിൽ ഞാൻ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ, പേര് വെച്ചിട്ട് പറ. സ്നാനത്തിൽ റോണി അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ റോണിയും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു. Buried with Him in baptism, in which you also were raised with Him through faith in the working of God. നിങ്ങൾ യേശു who raised ഉയർത്തെഴുന്നേറ്റ് him വല്ലതും from കണ്ടോ dead. മോനെ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ യേശു ഉയർത്തെഴുന്നേറ്റത്? Have you seen Jesus resurrecting? പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു. But He's resurrected. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. That's why we are here today. അവൻ ഉയർത്തെഴുന്നേറ്റത് നീ വിശ്വസിക്കുന്നുണ്ടേ, നീ അതുപോലെ തന്നെയാണ് നീയും. If you believe in His resurrection, so are you. അതെ, എബ്രായർ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എന്ന എഴുതിയെന്നുള്ള വിചാരത്തിലാ പറയുന്നത്. 4:1 പറയുന്നത് അവൻ ഒരുക്കി വെച്ച സ്വസ്ഥത. That's why in Hebrews 4:1 he says, the rest He has prepared. അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വസ്ഥതയെ പ്രവേശിക്കാനുള്ള നിന്റെ അവകാശം നഷ്ടപ്പെട്ടു പോയെന്ന് ഓർത്ത് നീ ഭയപ്പെട്ടോണം. You must fear lest you come short of the rest. അതൊരു വാഗ്ദത്തമാണ്. ഇറ്റ്സ് എ പ്രോമിസ്. And it's a promise. ആ പ്രോമിസ് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയല്ലേ പ്രോമിസ് തന്നത്? For whom is the promise? It's for us. അപ്പൊ ഭയപ്പെടരുതെന്ന് പറയുന്നിടത്ത് നമ്മൾ ഭയപ്പെടുക. Where it says you shouldn't be afraid. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാം? ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ദൈവമാണ്, നീ ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് നടക്കത്തുള്ളൂ. Where God says don't be afraid. നീ ഭ്രമിച്ച് നോക്കരുത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, ഭ്രമിക്കണ്ട. അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ഇപ്പൊ അവൻ കയറി എന്നെ പിടിക്കുന്നു നിങ്ങൾ വിചാരിക്കണം. കാര്യം ഞാൻ എന്റെ ദൈവമാണെന്നല്ലേ പറയുന്നത്.
He says, I am your God, so don't be ഞാൻ നേരത്തെ afraid. പറഞ്ഞിട്ടുള്ള സിംഗപ്പൂരിലെ ഒരു ചർച്ചിന്റെ ആരാധന കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ നടന്ന് ഈ സ്ട്രീറ്റിനകത്തൂടെ പോകുന്നവരുടെ രണ്ട് വാളിന്റെ ഇടയിൽ കൂടെ അവർ പോകുന്നവരുടെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെയൊക്കെ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് ശല്യപ്പെടുത്തുന്നത്. അവരിങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ അന്നത്തെ പ്രസംഗത്തിൽ അവർ കേട്ടത്, അവർ ആ പ്രസംഗമൊന്നും മൊത്തം ഓർക്കുന്നില്ല, പക്ഷെ ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞ ഫെദർ എന്നുള്ള വാക്ക് ഓർത്തു, തൂവൽ. ആ തൂവൽ എന്നുള്ള വാക്ക് കേട്ടു. കാര്യം അന്നത്തെ പ്രസംഗം 91 സങ്കീർത്തനത്തെ പറയാം, തന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുമെന്നുള്ള അതിനെ വെച്ചായിരുന്നു പ്രസംഗം. ഫെദർ ഫെദർ എന്ന് ഇവർ 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ കണ്ടോണ്ട് നിൽക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു. ഇവന്മാര് പേടിച്ച് അവരെ ഇട്ട് ചോടി. മനസ്സിലായോ? ഇതിനകത്ത് ഇരുന്നേച്ച് നീ വെളിയിലോട്ട് ഇറങ്ങി ചള്ളും പൊട്ടും വർത്താനം പറയാതെ കേട്ടതിനകത്തുനിന്ന് ഒരു വാക്കെങ്കിലും നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിന്റെ ദിവ്യ ശക്തി. There's a story of a woman who came out after service in Singapore, and that day the only word she could remember from the sermon was feather. And as she was walking through the street, on a narrow street, there were these gangsters who came to attack her. And she kept calling out, feather, feather. And these gangsters got afraid because they saw angels descending from heaven and covering her. Hallelujah. Hold on to the word you heard in the തൂവലുകൾ church. കൊണ്ട് മറയ്ക്കുമെന്ന് എഴുതി വെച്ചേക്കുന്ന ബാക്കി നിങ്ങൾ വായിക്കത്തില്ലേ? നിങ്ങൾ ഇന്നുവരെല്ലാം കണ്ടിട്ടുണ്ടോ? അത് ഉപയോഗിക്കുന്നില്ല. You know the verse that says, by his feathers he covers you, but we രാത്രിയിൽ don't പറക്കുന്ന use the അസ്ത്രങ്ങൾ, word. രാത്രിയിൽ അസ്ത്രം പറഞ്ഞവെല്ലാം കാണുമോ? Arrow that flies by night. പകൽ പറക്കുന്ന മഹാമാരി, ഈ പെസ്റ്റിലൻസ് നമ്മൾ കണ്ടില്ലേ? പകലിലൊക്കെ കോവിഡ് സമയത്ത് കണ്ടില്ലേ? അതിനൊക്കെ തടയാൻ നമുക്കങ്ങാണ്ട് പറ്റുമോ? പക്ഷേ നീ ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നോ അവൻ നിന്റെ സംരക്ഷകനായി മാറും. Against all pestilences that walk by day, he will be your resting place. അതാ 4:1 എബ്രായർ 4:1 എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദത്തം അവശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ ഭയപ്പെട്ടോണം. Be afraid that you may lose the promise of rest. നഷ്ടപ്പെടുത്തരുത്. കാര്യം നിനക്ക് വേണ്ടി അവൻ ആ വഴിയെ ഒരുക്കി വെച്ചിരിക്കുക. Don't lose it. He's prepared rest for you. അത് ഭയപ്പെട്ടോണം. എനിക്ക് ഒരു സെക്കൻഡ് പോലും അവന്റെ സ്വസ്ഥത കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥനായി പോകും. I become restless if I That don't is my receive lifeline. എന്നെ കണക്ട്, എന്റെ ജീവശ്വാസമാണെന്ന് അവന്റെ സ്വസ്ഥത. His rest is my lifeline. സങ്കീർത്തനം 23 അധ്യായത്തിന്റെ 2 വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു, കിടത്തുന്നു. എന്റെ അർത്ഥം എന്തുവാ? കണ്ടില്ലേ? നിങ്ങൾ നോക്കിയേ, പച്ചയായ പുൽപ്പുറങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്തോ ചെയ്തോണം? വിശ്രമിച്ചോടൊന്ന് അർത്ഥം. വിശ്രമമാണ് പറഞ്ഞത്, റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ആ വാക്ക് സ്വസ്ഥത. അടുത്ത വാക്ക് നോക്കിയേ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് അവൻ എന്നെ നടത്തുന്നു. കിടത്തുകയും ചെയ്യും നടത്തുകയും ചെയ്യുന്നവനവൻ. He is a God who makes you lie down, he makes you walk. മാത്രമല്ല അവൻ നിന്നെ അവന്റെ കൂടെ ഇരുത്തുകയും ചെയ്യുന്നവനാ. He will also make you sit with him. അവൻ നിന്നെ കിടത്തും, നിന്നെ നടത്തും, അത് നിന്റെ കൂടെ ഹല്ലേലൂയ കൂടെ ഇരിക്കുകയും ചെയ്യും. He will make you lie down, he will make you walk. അപ്പൊ ആ സ്വസ്ഥതയുള്ള എന്നുള്ള വാക്കാണ് ക്വയറ്റ് സ്റ്റിൽ വാട്ടേഴ്സ് എന്നല്ല എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ക്വയറ്റ് ആ വാക്കാണ് മെനൂഖ എന്നാണ് ഈ എബ്രായ പദത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. മെനൂഖ. The still waters in Hebrew is menucha. നമ്മൾ മുമ്പേ മനോഹ എന്ന വാക്ക് കേട്ടു. റെസ്റ്റിംഗ് പ്ലേസ് ആണ്, വിശ്രാമസ്ഥലം. റൂത്ത് പറയുന്നത് ഞാൻ നിനക്കൊരു വിശ്രാമസ്ഥലം ഒരുക്കട്ടെ. മനോഖ എന്ന വാക്കാണെങ്കിൽ ഇവിടെ മെനൂഖ എന്ന വാക്കാണ്. ഈ റെസ്റ്റിംഗ് പ്ലേസിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ക്വയറ്റ്നെസ്, ശാന്തത, പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദവും ബഹളവും ഇല്ല. A place of total rest. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഈ പൗരസ്ത്യമായ ആരാധന ശാന്തമായ ആരാധനയാണ്. ക്വയറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്രാമസ്ഥലം. വിശ്രമിക്കാതെ ഭാരപ്പെട്ടാൽ സ്വർഗീയമായ ഒഴുക്കുകൾ അവിടെ നിൽക്കും കേട്ടോ. Without entering rest, if you're going to get burdened, all the flow from heaven will be blocked. See, ആ മെനൂക്ക എന്നുള്ള വാക്കെടുത്ത്, മെനൂക്ക എന്നുള്ള വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വയറ്റ്നെസ് അല്ലേ, റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ക്വയറ്റ്നെസ് ആണ്, റെസ്റ്റ്ഫുൾനെസ്. റെസ്റ്റ്ഫുൾ എന്ന് വെച്ചാൽ റെസ്റ്റ് എത്രയുണ്ട് അത് മൊത്തം എന്റേതാ. All the rest belongs to me. എന്ന് വെച്ചാൽ വിശ്രമത്തിന്റെ നിറവ് മുഴുവൻ ഞാൻ അനുഭവിക്കുന്നെന്ന്.
which means the fullness of rest, I enjoy. അപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുന്ന? ഞങ്ങളാ വിശ്രമം മുഴുവൻ അനുഭവിക്കുന്നവരാണെന്ന്. We are people who enjoy the എങ്ങനെയാണ് rest. പ്രശ്നം വരുമ്പോ എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? പ്രശ്നം വരുമ്പോ പ്രശ്നത്തെ എങ്ങനെ തോപ്പിക്കുന്ന അറിയാം? ചിരിച്ചു തോപ്പിച്ചു കളയും. We laugh and overcome the പുതിയ trouble. നിയമസഭയുടെ അമ്മയായിരിക്കുന്ന സാറ ഈ 90-ാം വയസ്സിൽ പ്രഗ്നന്റ് ആയത് എങ്ങനെ കൺസീവ് ആയ? ചിരിച്ച് പ്രഗ്നന്റ് ആയി. Sarah laughed and got pregnant. കർത്താവിന്റെ അടുക്കലാന്ന് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് തമാശയൊക്കെ പറയുന്നത്. കമണ്ണു വീട് കിടന്ന് ചിരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു കമണ്ണു വീട് കിടന്നിട്ട് നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. കർത്താവ് പറയൂ. God also loves to laugh, so when she ഞാൻ fell down and laughed, എന്റെ സാന്നിധ്യത്തിന് മുമ്പേ നീ കരയവല്ല ചെയ്യേണ്ടത്, എന്റെ സാന്നിധ്യത്തിന് മുമ്പേ നീ ചിരിക്കണം. നീ ചിരിച്ചാൽ നിന്റെ അടഞ്ഞു പോയ ഗർഭപാത്രം, നിന്റെ barren womb will be opened. if you laugh in the presence of God, the തടസ്സ- barren womb will be opened for you. തടസ്സപ്പെട്ട് കിടക്കുന്നതെല്ലാം നിന്റെ സന്തോഷത്താൽ നിഷ്ഫലമായി പോകും. Whatever was blocked will be nullified. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഏതാണ്ട് പോലെ അപ്പോഴേ കണ്ടി നമ്മൾ അസ്വസ്ഥമായാൽ ബാക്കി സാധനങ്ങൾ കയറി പിടിക്കും. If you are restless, other things will catch you. നിങ്ങൾ നോക്കിക്കോണേ, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പല സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു വഴി തുറന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വഴി എല്ലാം കയറും. അങ്ങനെ യാക്കോബൊക്കെ പറയുന്നു, ഒരു വഴിയായി വന്നു, പക്ഷേ നീ നിന്റെ അധികാരത്തെ ഉപയോഗിച്ചാൽ 7 വഴിയായിട്ട് ചോറിപ്പോവും. If you leave a loophole for things to worry, ഒരു വഴി തുറന്നാ മതി, ഒരു വഴി നീ തുറന്നാ മതി. നിനക്ക് പനിയാണെന്ന് നീ ചിന്തിച്ചാ മതി, ആ പനിയുടെ ഡോറിനകത്തൂടെ എല്ലാം കയറി വരും. if you think that you have fever, through that door many other things will come. അപ്പോഴാ നീ പറയേണ്ടിയ ഈ പനി ഇപ്പോൾ എന്നെ നോക്കാൻ വന്നത് ഞാൻ എങ്ങനെയുണ്ടെന്നറിയാൻ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ പറഞ്ഞോണമേ, നീ കൊട്ടത്തേ ഉള്ളൂ, ഞാൻ തുറക്കുന്നവനല്ല. എടാ മുട്ടി എന്റെ അകത്ത് വന്നവനാണ് എന്റെ കർത്താവ്. അവനെ മാറ്റി വേറൊരുത്തന്റെ മുട്ടലിന്റെ ശബ്ദം കേൾക്കാനല്ല, നീ നിന്റെ പാട്ടിന് പോകുന്ന പറയേണ്ടത്. When fever is knocking at your door, you have to just reject it and say, the one who knocked at the door, Jesus has come into my heart. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ പല സ്വാധീന ശക്തികൾ വരുമ്പോൾ നീ എഴുന്നേറ്റ് നിന്ന് പറയുക, എന്റെ അകത്തിരിക്കുന്നവൻ എനിക്ക് വിശ്രമം തന്നവനാണ്, അവൻ എന്നെ പരിപാലിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞാൽ. Many forces will try to influence you, but you must say boldly, the one who is in me has given me rest. നിങ്ങൾ വിശ്രമിക്കാതെ ഭാരപ്പെട്ടാൽ സ്വർഗീയമായ ഒഴുക്കുകളെ കട്ടായി പോകുന്നത്. If you don't take rest and get burdened, heavenly flow will When be you cut worry, off. the heavenly flow will stop. ഒട്ടനെ അവിടെ നിൽക്കും. Supply from heaven will stop when you worry. The moment you begin to worry, supply from heaven stops. സഖറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ആ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കും. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് അത് കാണത്തുള്ളൂ, മലയാളത്തിൽ വായിച്ചാൽ അർത്ഥം കിട്ടത്തില്ല. ഗോൾഡൻ ഓയിൽ ത്രൂ ഗോൾഡൻ പൈപ്പ് എന്ന് എഴുതിയിരിക്കും. ഗോൾഡൻ ഓയിൽ, അതെന്റെ ശിരസിലോട്ടാണ് വരുന്നത്. In Zechariah 4, സുവർണ എണ്ണ സുവർണ പൈപ്പിൽ കൂടി എന്റെ അകത്തോട്ട് വരിക, എന്നിലേക്ക് വന്ന് വീഴുകയാണ്. in Zechariah 4:12, there's a verse that says, golden oil through golden pipes. ഇത് നിന്ന് പോകും. ഞാനിവിടെ വിഷമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ ആ പൈപ്പേ കയറി പിടിച്ചതുപോലെ വരുന്നുണ്ട്, പക്ഷെ എന്റെ മേൽ വീഴത്തില്ല. When I begin to worry, Are you getting me? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷത്തിന്റെ പരിപൂർണത കാണാൻ അവൻ സകലതും ചെയ്യുന്നെങ്കിൽ നീ അസ്വസ്ഥത കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് കളയും. because of your worry, you're blocking the pipe that comes from heaven. ഹല്ലേലൂയ. എബ്രായർ 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 4 വരെ വായിക്കാം. Hebrews 4 verse 1 to 4. ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചു, സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കാൻ ഭയപ്പെടുക. രണ്ടാമത്തെ വാക്യം, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. നമ്മളും സദ്വർത്തമാനം കേട്ടവരാണ്, പഴയ നിയമക്കാരെ പോലെ. ഇത് കേട്ടില്ലേ? സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന വർത്തമാനം കേട്ട പഴയ നിയമക്കാരെ പോലെ നാമും ഒരു സദ്വർത്തമാനം എന്തായിരുന്നു? ആ ഗുഡ് ന്യൂസ് എന്തായിരുന്നു? ഗുഡ് ന്യൂസ് എന്താണെന്നറിയാമോ? എന്താണ് സുവാർത്ത എന്നറിയാമോ? യേശു എനിക്ക് വേണ്ടി സകലതും ചെയ്തു എന്നാ. We also heard a good news that Jesus has finished. ഞാൻ ഏതാണ്ട് ചെയ്യുമ്പോൾ യേശു സന്തോഷിക്കുമെന്നല്ല, അവൻ എന്റെ കഴിവില്ലായ്മയ്ക്കകത്ത് കഴിവുള്ളവൻ സകലതും എനിക്ക് വേണ്ടി ചെയ്തു. Not because he rejoices when I do something, he knows my weakness, so he did everything for me. അടുത്ത വാക്ക്, എങ്കിലും കേട്ടെങ്കിലും അത് വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഗുണമായി വന്നില്ല. But because the word made heard did not profit. എന്താ നിന്റെ മുന്നേറ്റമില്ലായ്മ?
നീ ഇത് കഴിഞ്ഞ ആഴ്ചയിലും കേട്ടല്ലേ, അതിന്റെ മുമ്പത്തെ ആഴ്ചയിലും കേട്ടല്ലേ, നീ അതിനോട് അലയുണ്ടാകാതെ നിന്റെ ചിന്തകൾക്കകത്തോട്ട് കയറിപ്പോയപ്പോൾ കേട്ടെന്നേ ഉള്ളൂ, ഗുണമായിട്ട് വരത്തില്ല. Because you didn't align yourself with the word of God, it did not profit you. ഈ വചനം നിന്നെ സ്വതന്ത്രമാക്കേണ്ടതായിരുന്നു. പക്ഷെ നീ നിന്റെ ചിന്തകളാൽ അസ്വസ്ഥമായി തീർന്നപ്പോൾ കേട്ട വചനം ഉപകാരപ്രദമായി വന്നില്ല. And because you became restless with your own മൂന്നാമത്തെ thoughts, വാക്യം. the word did not profit you. മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ട്, വിശ്വസിച്ചരായ നാമല്ലോ. ശ്രദ്ധിച്ച്, Third verse. ഇതാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ട് അവനാണ് ഈ സ്വസ്ഥത, ഈ ക്വയറ്റ്നെസ്, ഈ മനോഖ, ഈ മെനൂഖ, ഈ പറയുന്ന കാറ്റപ്പോസിസ്, ഈ വാക്കുകളെല്ലാം നിങ്ങൾ കേട്ടില്ലേ, അതെല്ലാം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. But those who believe will be able to enter this state of rest. കണ്ടില്ലേ, പുട്ടിങ് യു ടു റെസ്റ്റ് അല്ലേ, അതിനകത്തേക്ക് അനപ്പോവ, ഈ വാക്കൊക്കെ നിങ്ങൾ കേട്ടില്ലേ, അതെല്ലാം സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അത് വിശ്വസിച്ചാൽ മാത്രമേ അതിനകത്ത് പ്രവേശിക്കത്തുള്ളൂ. All the words that we heard, anapoa, cataposis, all these things are done by Heavenly Father, and if we believe, we will enjoy. ആട്ടോ നോക്കിയേ, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് താൻ തന്റെ കോപത്തിൽ സത്യം ചെയ്തു പണ്ട് പറഞ്ഞതാണ്. Once God had sworn that you will not enter His rest, അത് പറഞ്ഞ വാക്കിനെയാണ് ഇന്ന് യേശു കർത്താവിൽ കൂടെ കുരിശിൽ മാറ്റിക്കളഞ്ഞത്. but that word is changed through the cross through Christ on the cross. ആമേൻ. അതുകൊണ്ട് നാലാമത്തെ അടുത്ത വാക്യം ശ്രദ്ധിച്ചു. നാലാമത്തെ വാക്യത്തിൽ ഇനി കുറച്ചുകൂടെ വിശാലമായി നമ്മൾ അതിനെ പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. അവന്റെ പ്രവൃത്തികളെല്ലാം അവൻ ഫിനിഷ് ചെയ്തു. On the 4th verse we read that God rested on the 7th day, which means He completed His work. ഈ 7 എന്ന് പറയുന്നത് represents the completion of work. പ്രവൃത്തികളുടെ പൂർണ്ണതയെ കാണിക്കുന്ന അക്കമാണ് 7 എന്ന് പറയുന്നത്. സേവ എന്ന് എബ്രായ വാക്കിൽ പറയും. സേവ എന്ന് പറഞ്ഞാൽ അമേൻ പൂർത്തീകരിക്കപ്പെട്ടു, അല്ലെ പെർഫെക്ഷൻ എന്ന് വേണേ പറയാം. The number 7 represents seva, which is seva in Hebrew. 7 കർത്താവിന്റെ മൊഴികൾ, കുരിശിലെ 7 മൊഴികൾ ഓർത്ത് 7-ാമത്തെ വാക്ക് എന്തുവാ? എല്ലാം നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നല്ലേ പറഞ്ഞു. It is finished. അതുപോലെ ഈ 7-ാം ദിവസം കർത്താവ് എല്ലാം പ്രവൃത്തികളിൽ നിന്നെല്ലാം റെസ്റ്റ് ചെയ്തിരിക്കുന്നതാ. The 7th day God rested from all His work. ഹല്ലേലൂയ. Hallelujah. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിങ്ങൾ വരുമ്പോൾ നമ്മൾ എക്സോഡസ് എന്നുള്ള പുസ്തകത്തിനകത്ത് ഇസ്രായേൽ മക്കളുടെ എക്സഡസ് യാത്രയെ നമ്മൾ നോക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് മന്ന ഇവർക്ക് ലഭിക്കുന്നത്. സ്വർഗീയമായിരിക്കുന്ന മന്ന എല്ലാം കൂടെ ലഭിക്കുന്ന ഇവർ ഭയങ്കര സന്തോഷമുണ്ടാകാത്ത കാര്യമാണ്. ചിലരുണ്ടല്ലോ ഈ പെറുക്കികളെന്ന് പറയുന്നു, ചിലരുണ്ട് പെറുക്കികൾ. അവന്റെ ആവശ്യത്തിനല്ല, അവൻ ചുമ്മാ കിടന്ന് പെറുക്കിക്കളെ. അപ്പോഴേ കർത്താവ് പറഞ്ഞ പെറുക്കരുത്, ക്രമിച്ചു പോകുമെന്ന് പറഞ്ഞ. എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ പെറുക്കുന്നുണ്ടെങ്കിൽ നീ പെറുക്കിയായിട്ട് മാറത്തേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. നിന്റെ പേരെന്തുവാ? പെറുക്കി. വല്ല ഗുണമുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് പറ, തങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, എങ്കിലും സൂക്ഷിച്ചോളുക. ചുമ്മാ പെറുക്കരുത്. നിനക്ക് ആവശ്യമുള്ളത് കിട്ടിയോ? സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. കർത്താവ് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറൊന്നും ഇല്ലെന്ന് അന്ന് ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പറ്റൂ, ക്രമിച്ചു പോകും. എന്നാലും ചിലർക്കുണ്ട്. ഇതാ ഈ യാത്രയ്ക്കകത്ത് പറഞ്ഞാൽ കേൾക്കാത്ത കുറേ എണ്ണം ഉണ്ട് ഇതിനകത്ത്. പറഞ്ഞാൽ കേൾക്കത്തില്ല, പറക്കി പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുക അല്ലേ. ഭയങ്കര സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. അപ്പൊ അവർ ചോദിച്ചു, ഇതെന്തോ പേരൻ ചോദിച്ചത്, ഇതെന്നാന്ന് ചോദിച്ചാൽ കൊത്തമ്പാലരി പോലെ ഇതെന്തോ സാധനം, വേഫറാണോ, ഇതെന്തോ സാധനം, തിന്നിട്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല, വായിലോട്ട് ഇടുമ്പോഴേ അലിഞ്ഞങ്ങ് പോവുക. പക്ഷെ ഭയങ്കര ഹെവൻലി അല്ലേ, സ്വർഗീയം അതല്ലേ, ഭയങ്കര ഹെൽത്തി ആയിരുന്നു, ഭയങ്കര ആരോഗ്യം നൽകുന്നതായിരുന്നു. In Exodus chapter 16, we read about manna being rained down from heaven to the children of Israel. There was an instruction given that you shouldn't take more than what you need. But there were people who were greedy and they did it, and that was spoiled. Even amongst us, we must check ourselves. Are we taking more than what we are supposed to have? Then we will also, all those things will also get rotten. യേശു ശിഷ്യന്മാരോടും ബാക്കി ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്, മോനെ നിനക്ക് എത്ര ഷർട്ടുണ്ട്? എത്ര ഷർട്ടുണ്ടെന്ന്? ഉടുപ്പ് എത്ര ഉണ്ടെന്ന്? ഉടുപ്പ് മേളിലിടുന്ന ഈ ബ്ലൗസ് നിന്റെ കണ്ട അങ്ങനെയൊക്കെയാ തോന്നുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. പറഞ്ഞുണ്ട് കാണും. 2 ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞു. അപ്പൊ പിന്നെ അത് ബാലൻസ് ശരിയാകത്തില്ലല്ലോ. എത്ര സാരി ഉണ്ട് ഇത് ഇതുവരെ കൊടുക്കാത്തത്? സാരി എല്ലാം കൊണ്ട് 366 കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഉണ്ട്?
രണ്ടുണ്ടേ ഒന്ന് കർത്താവ് കർത്താവ് ചോദിക്കും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഫിലിപ്പിച്ചാൻ എത്ര മുണ്ടുണ്ട്? ഞാൻ മുണ്ടൂല. കുറെ ഉണ്ടല്ലേ? ഉറപ്പ് ചോദിക്കും. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വീഡിയോ ഇട്ടിട്ട് കാണിക്കും, വരെ നിങ്ങളുടെ വാർഡ്രോബിന്റെ പടം കാണിക്കും. ഇങ്ങനെ കണ്ടോ, ഇരിക്കുന്ന കണ്ടോ എന്ന് ചോദിക്കും. ഇത് ആർക്കെങ്കിലും കൊടുത്തോന്ന് ചോദിക്കും. അല്ലേ? രണ്ടുണ്ടെങ്കിൽ കൊടുക്കണമെന്നല്ലേ? അല്ലേ? മോനെ എത്ര ബ്ലേസർ ഉണ്ട്? ഞാനിവിടെ തണുത്തിക്കുക, എനിക്കൊരെണ്ണം തന്നു. ഫിറ്റാകത്തില്ലെന്ന്. ഞാൻ ഫിറ്റല്ല അല്ലേലും. ശ്രദ്ധിച്ച് നമ്മുടെ കയ്യിലൊക്കെ ധാരാളമില്ല, ഒത്തിരി ഇല്ലേ? അതിന്റെ കാര്യമല്ലോ എന്ന് പറയുന്നത്. പിന്നെ മനസ്സിനെ മാറ്റണമെന്നാ പറഞ്ഞത്. നീ ധാരാളിത്തത്തിലേക്ക് പോകാനല്ല, അവന്റെ നന്മയെ നീ അനുഭവിക്കണം. അല്ലാതെ ഉടുപ്പെല്ലാം കൂടെ പറക്കി കൊടുക്കണമെന്നല്ല പറഞ്ഞത്. In the Sermon on the Mount, Jesus says, if you have 2 cloaks, you must give one to another. അവര് തെറ്റിദ്ധരിക്കും. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭിത്തിയിലിരിക്കുന്ന ക്ലോക്ക് എടുത്ത് കൊടുക്കും. 2 dresses, you must share it with somebody. But we all have more than 2. And it's not really about sharing, taking away all your clothes and giving it to somebody. It's about changing our heart, changing our mind, changing our attitude, so that we don't go into luxury. Amen. എന്നുവെച്ചാൽ അമിതമായത് കരസ്ഥമാക്കാനാണ് നമ്മുടെ എല്ലാം ഓട്ടം. ഓർത്തു വയ്ക്കുക. ഞായറാഴ്ച പരിപാടികളാ, ചർച്ചിൽ പോലും വരുന്നില്ല. കാര്യം ആ തൂട കിട്ടണം എനിക്ക്. ഇന്ന് ഞായറാഴ്ചയോടെ പോയി ആ തൂട് കരസ്ഥം ആർക്ക് പോയി? ഇന്ന് 7 ദിവസത്തിനകത്ത് 8 ദിവസം ഉണ്ടോ? 7 ദിവസത്തിനകത്ത് ഒരു ദിവസം സെറ്റ് അപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാൻ നിനക്കില്ലേ? Don't you have one day to set apart for the Lord out of 7 days? ബാക്കി എല്ലാ ദിവസവും നീ ജോലി ചെയ്തു, ഒരു ദിവസം ആ 3 മണിക്കൂർ കർത്താവിന് വേണ്ടി കൊടുക്കാനില്ലേ? നേരെ വിഷമം എല്ലാം കൂടെ കയറി വരുന്നു. Don't you have one day to give to the Lord? That's when you are totally burdened. രാവിലെ തൊട്ട് 127 സങ്കീർത്തനം പറഞ്ഞ നീ നന്നേ രാവിലെ എഴുന്നേറ്റ് മനുഷ്യൻ ഉറങ്ങിയാലും ഉറങ്ങാതെ വേണം വല്ല വൃഥാവായി പോകുന്നല്ലേ? If you toil all night, that's all going to be wasted. ഞായറാഴ്ച കൂടെ ആയാലോ? And toiling on Sunday. ഇന്നെന്ന് പറയുന്ന ദിവസം ദൈവത്തിന്റെ മക്കളെല്ലാരും കൂടെ ദൈവസഭയ്ക്കകത്ത് വന്നിരുന്ന് ആരാധിക്കുന്നത് കണ്ടാൽ തന്നെ എന്തൊരു സന്തോഷമാണ്. What a joy it is to see the children of God coming together and worshiping ചുമ്മാ God. പുറകെ നിന്നത് കണ്ടോണ്ടിരുന്നാൽ തന്നെ എന്തൊരു രസമായത്. How beautiful it is to see the നീ children കയ്യാതെ of God പൊക്കാൻ coming പോകുന്നില്ല, നീ together. ഇങ്ങനെ തന്നെ നിന്നൊന്ന് കാണാം. ഇങ്ങനെ You കാണാം. just watch how we മാർക്കിടാൻ are വേണ്ടി worshiping. ചിലർ വരുമല്ലോ, ഈ മാർക്കറ്റ് ഇങ്ങനെ കണ്ടോട്ടിരിക്കുകയല്ല, കണ്ടോട്ടിരിക്കുക. പുള്ളിക്കാരത്തി പൊക്കിയോ, പുള്ളി പൊക്കിയോ, ഭാര്യയും ഭർത്താവും കൂടി ഇന്ന് പൊക്കിയല്ലോ, അതന്നെ. ചിലരങ്ങനെ എന്തിനാണ് ഇവിടെ വരുന്നത്? നിനക്ക് വേണ്ടി ജീവൻ നൽകിയവനെ സ്തുതിപ്പാനല്ലേ? Aren't you here to praise the one who has given you life, or are you coming here to criticize? മന്നായൊക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. മന്നായൊക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. They were very happy when they received manna. അപ്പോൾ 17-ാം അധ്യായത്തിലേക്ക് 1-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ 17-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അങ്ങനെ അവർ സീൻ മരുഭൂമി വിട്ട് മരുഭൂമിയുടെ അവസ്ഥകളിൽ നിന്നെല്ലാം റഫീദീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറുകയാണ്. When you look at Exodus 17 verse 1, they leave the journey from the wilderness of sin and they are entering. സീൻ മരുഭൂമി എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ സിൻ എന്ന് എഴുതിയിരിക്കുക. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നല്ല, മരുഭൂമിയുടെ അവസ്ഥകളിൽ നിന്ന് റഫീദീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് കയറുകയാണ്. And from the wilderness of sin they come to a place called Rephidim. അവർക്ക് പ്രശ്നമുണ്ടായിരുന്നു, വെള്ളമൊന്നും ഇല്ലായിരുന്നു, വെള്ളം. പക്ഷെ എന്നാൽ മോശയല്ലേ ഇടുവിൽ നിൽക്കുന്നത്. ഇടുവിൽ നിൽക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ലേ നിനക്ക് ദാഹിക്കുന്നുണ്ടെന്ന്, അവനത് ചെയ്തു തരത്തില്ലേ. And when they came to Rephidim, they were thirsty. ഇവർക്ക് ഈ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരോട് വഴക്കുണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. Everybody loves to quarrel with leadership. നമുക്കറിയാം, മോശയല്ലേ ഒറ്റ ഒരുത്തനല്ലേ ഉള്ള, പുള്ളി എടുക്കല അങ്ങ് കാരിച്ചിലും ബഹളം, അവിടെ കിടന്ന് കലഹം ഉണ്ടാക്കിയെന്ന കലഹം. ആ വെള്ളത്തിനും പേര് വീണു, വാട്ടർ ഓഫ് സ്ട്രൈഫ് എന്ന്, കലഹത്തിന്റെ ജലം എന്ന് പേരും. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അറിയപ്പെടുത്തുള്ളൂ. ഡിസംബർ 24 എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ അകത്തിൽ അത് വരത്തില്ലേ, കരോളിന്റെ അടി. കരോളിന്റെ അടി. ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചെന്നല്ല ഇപ്പം തോന്നുന്നത്, കരോളിന്റെ രാത്രിയിലത്തെ അടി പേര് വീടും. The people contended with Moses and said, "Give us water." And everyone loves to contend with leadership. അവര് ആ ഡെസേർട്ട് ഓഫ് സിൻ വിട്ടിട്ട് അവരെന്തോ ചെയ്തത്, അവര് പിച്ച്ഡ് എ ക്യാമ്പ് ഇൻ ദ ആ പ്ലേസിന്റെ പേരാണ് റഫദീം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അവര് അവിടെ പാളയം ഇറങ്ങി. They camped in a place called Rephidim. ഈജിപ്തിൽ നിന്ന് അവർ വരുമ്പോൾ ഈജിപ്ത് തൊട്ട് സീനായ് വരെയുള്ള അവരുടെ യാത്ര ഈസ് പ്യുവർ ഗ്രേസ്.
എന്നുവെച്ചാൽ ഇവർക്കൊന്ന് കാര്യം ഒരു മാടക്കട പോലെ ഈ പോകുന്ന വഴിയിലില്ല. കാരണം മാടക്കട ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തുനിന്ന് ഒരു പാൻ പരാഗ് വാങ്ങിച്ച് കഴിക്കാൻ ഇവന്റെ കാശിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാത്ത ഡെസേർട്ടിന് മരുഭൂ യാത്രയാണ്, ഒന്നുമില്ല. From Egypt to Sinai, their journey was one of pure grace because it was. നിങ്ങൾക്ക് മനസ്സിലാണ്, അധ്വാനത്താൽ അല്ല ആ സംശുദ്ധമായ കൃപ തരുന്നത്. നിനക്കൊന്നും കഴിവില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഒഴുകി പ്രവർത്തിക്കാൻ തുടങ്ങും. Grace begin to work when you are not able to work. When you are unable. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാര്യം നീ നിന്റെ കഴിവ് കാണിക്കുമ്പോൾ ദൈവത്തിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. If you're going to show off your skill, God can't do anything. അതുകൊണ്ട് ഞാൻ പറയും, സ്ത്രീകളോടൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ബീൻസ് തോരൻ വെക്കുമ്പം ചില ബീൻസ് തോരനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിന് നീളം കൂടുതൽ ഒന്നിന് കുറവ്. അതൊക്കെ ആർക്കാണ്ട് വെട്ടി അരിഞ്ഞിടുന്നത്. അന്നേരം ആഷ്യാമനാറി മൽഖമനാറികൾ എന്തോ ഒരു കൃത്യമായിട്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. That's why women, when you cut vegetables, speak in tongues and cut, you will have perfect ബീൻസ് തോരൻ എന്നോ ബീൻസ് എന്തുവാന്ന് മനസ്സിലായി. അതിൽ എടുത്ത് കഴിച്ചാൽ മൂക്കിനകത്ത് വരെ ബീൻസ് കയറിപ്പോയി. ഇങ്ങനെ ആരാന്ന് ചോദിച്ച് നിൽക്കുക. ബീൻസ് പല വണ്ണത്തിലും ഷേപ്പിലും ഒക്കെ. മറ്റേ കണ്ടില്ലേ, നല്ല ഹൃദയം എടുക്കുക. എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ കർത്താവേ നീ അരി എന്ന് പറഞ്ഞാൽ വിരൽ മുറിയാൻ നോക്കണം. അരി എന്ന് പറഞ്ഞാൽ കൃപയ്ക്കകത്തല്ലേ, മുറിയുമോ? ഇല്ലല്ലോ. ഫിംഗർ ക്യാമ്പ് ഇട്ടില്ലേലും മുറിയത്തില്ല അല്ലേ? ചേനയൊക്കെ നമ്മൾ എടുത്തു വെച്ച് അച്ചാൻ പറയുകയും ചെയ്തു ചേനക്കറി വേണം. ഈ ചേനയിലോട്ടൊരു വെട്ടിയ പുള്ളിയുടെ നെഞ്ചത്ത് വെട്ടുന്ന പോലെ ഇത് മുറിയുമോ? എന്തോ വിച്ചാത്തിയാന്ന് അന്നേരം അത് കതിയാന് കഴിക്കാൻ തോന്നി. ആരാടാ മുറിക്കുന്നത്? ആരെ വിളിക്കാനാ? കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ ചേന നല്ല ബെസ്റ്റായിട്ട് വരും. ഓർത്ത് വയ്ക്കുക നിങ്ങൾ അല്ലേ? ഞാൻ പറയട്ടെ, നിന്റെ കഴിവില്ലായ്മയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതിന്റെ പേരാ കൃപയെന്ന്. അഞ്ചിന്റെ പൈഞ്ഞ എടുക്കാനില്ല കയ്യില്, പക്ഷെ കൃപയുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്നെ സമ്പന്നതയിൽ കൃപ നിർത്തും. അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പേഴ്സണലി എൻ്റെ അടുക്ക വന്നത് എങ്ങനെ നിന്റെ ഒന്നുമില്ലായ്മയ്ക്കകത്ത് കൃപയെ ഓപ്പറേറ്റ് ചെയ്യാൻ എൻ്റെ അടുക്ക ഞാൻ ക്ലാസ് എടുത്തു തരാം. പരസ്യമായിട്ട് ഇത് പറയാനൊക്കാത്തത് കൊണ്ടാണ്. I will tell you how you can operate in richness. ഒന്നുമില്ല, പക്ഷെ വാഗ്ദാനം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, വണ്ടി വാങ്ങിക്കുമെന്ന് വാഗ്ദാനം കേട്ടിട്ടുണ്ടെങ്കിൽ നീ അതിലോട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ കർത്താവേ ഒന്നുമില്ല, കർത്താവിന്റെ കൃപ പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. വീട് വെക്കണമെന്ന് നീ ഒരു ദൂത് കേട്ടാൽ അതിനകത്ത് വേറെ കർത്താവേ എന്തോ ഇരുന്നിട്ടാണ്, ഒന്നുമില്ല. അത് കൃപയിൽ ആശ്രയിച്ചാൽ നിനക്ക് മനോഹരമായ ഭവനത്തെ നിർമ്മിക്കുവാൻ കർത്താവിന്റെ കൃപ ഇറങ്ങി വരും. If you heard a promise that you will get a vehicle or build a house, God's grace will work in your nothingness. നോഹിക്ക് കർത്താവിന്റെ കൃപ ലഭിച്ചെന്നല്ല, കൃപ കണ്ടെത്തിയെന്ന. Noah found grace in the eyes of the Lord. കർത്താവിലേക്ക് നോക്കി. കാര്യം കർത്താവ് ഈ കാര്യം ഇങ്ങോട്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിലേക്ക് നോക്കിയപ്പം ഇവന് ആവശ്യമായിരിക്കുന്ന കൃപയെ അവന് കിട്ടി. ഇതെന്തുവാ ഈ സാധനം? ഈ പേപ്പർ മടക്കി അയാളുടെ ജീവിതത്തിൽ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടില്ല. Noah had never even made a paper boat. കടലാസ് മടക്കി, നമ്മളെ കുഞ്ഞിനെ കടലാസ് മടക്കിയാലും പേപ്പർ അയാൾ അങ്ങനെ. കാര്യം വെള്ളം ഇതിന് ഇങ്ങനെ മഴ പെയ്തിട്ടില്ലെന്ന്. Such a rain had never happened. മഴ പെയ്യാത്തടത്ത് വെള്ളത്തെ കുറിച്ചോ വള്ളത്തെ കുറിച്ചോ പറഞ്ഞ അയാൾക്ക് വല്ല ബോധം വരുമോ? And he had no clue about. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ശബ്ദത്തിലേക്ക് നോക്കിയപ്പോൾ ഇവൻ ആവശ്യമായിരിക്കുന്ന കൃപ ഇവൻ കണ്ടെത്തി. And Noah found grace in the eyes of God. മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ അവനിലേക്ക് നോക്കി. അതാ 34 സങ്കീർത്തനം 5 വാക്യം. അവങ്കലേക്ക് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശമായി തീരും. Those who look to you, your faces will be radiant. അപ്പോൾ കണ്ടില്ലേ, കർത്താവിനെ അറിയാം ഈ നോഹയെ കൊണ്ട് ഇത് നടക്കാൻ എത്രയോ കിലോമീറ്റർ ദൂരെ ഈ ഗോഫൂർ മരം വെട്ടിക്കൊണ്ട് വരേണ്ട 1-2 മരം മതിയോ? നമ്മൾ ഈ പറഞ്ഞ അപ്പുറത്തെ അച്ചായന്റെ 4 തേക്ക് വാങ്ങിച്ചാൽ ഇത് ഉണ്ടാകുമോ? Noah had to cut നടക്കത്തില്ല. from far. അപ്പൊ എവിടുന്ന ഇത് വരേണ്ടത്? സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വരും. Heavenly angels. ട്രെയിനുണ്ടോ ഇത് ഉണ്ടാക്കാനുള്ള? എന്ത് സംവിധാനമുള്ള സ്വർഗീയമായ ദൂതന്മാർ ഇടപെട്ട് നീ അവിടോട്ട് നിന്നാൽ മതി. സ്വർഗത്തിലെ ദൂതന്മാർ നിനക്ക് വേണ്ടി സകലതിനെ നിർമ്മിച്ചു തരും. Heavenly angels will build the boat for you. ഞാൻ ആർക്കാണ്ട് വേണ്ടി പറയാണ്, ഈ ജൂലൈ മാസം തീരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൂതന്മാരെ ഇടപെടുത്തി നിനക്ക് പണിയാൻ വയ്യാത്തത്, നീ ഇതുവരെ പണിയാത്തത്, നീ നിറയ്ക്കാത്തത്, നീ കുഴിക്കാത്തത്, നീ ഇതുവരെ അനുഭവിക്കാത്തത് സ്വർഗം ഇടപെട്ട് ചെയ്യും. Heaven will intervene and build things you cannot build, which you can't imagine, which you are not able to do. കടമാന്നല്ല പറഞ്ഞു നിൽക്കണ്ടേ. ഞായറാഴ്ച പറയും അവനാർക്കും കടക്കാരനല്ല, മയില് വിരിയുന്ന പോലെ നിന്ന് പാടുകയും ചെയ്യും. എന്നിട്ട് പറയൂ എന്റെ കടം ആർക്ക് തീർക്കും എന്ന് പറയും. എന്നിട്ട് നീ പാടിയത്? You say that he is not a debtor to anyone, but then you are in debt. നമ്മൾ പറയാ
അവൻ ആർക്കും കടക്കാരല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം എന്റെ കടം എന്ന് പറഞ്ഞ് നമ്മൾ കിടക്കുക. പിന്നെ എങ്ങനെ നമ്മൾ സന്തോഷിക്കും? How can we rejoice? ഇവരെ അത് പറഞ്ഞ പോലെ ഇവർക്കൊന്നും എല്ലാം ഇവർ ഈ അത്രയും 430 വർഷത്തെ പീഡനങ്ങളെല്ലാമായിട്ട് ഇവരിങ്ങോട്ട് വരും. അവർ വഴക്കുണ്ടാക്കും. വഴക്കാളികളാ ഇവർ പിറുപിറുക്കും. The people of Israel coming out after 430 years of മോശയോട് bondage, ലീഡർഷിപ്പിനോട് തന്നെ പിറുപിറുത്തോണ്ടിരിക്കും. they kept murmuring against Moses. ഞാൻ മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ തോക്കാണോ എല്ലാത്തിനും കച്ചകച്ചാന്ന് വെച്ച് കാച്ചി കളഞ്ഞാല് ഞാൻ അതുകൊണ്ട് എന്നെ ആക്കാഞ്ഞത്. If I was in Moses' place, I would have shot everyone മോശയ്ക്ക് down. തന്നെ ഇടയ്ക്ക് ദേഷ്യം വന്നു. ഇതെന്തോ പിന്നെ ഞാനത് ഇതിനെല്ലാം പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഏണത്തെടുത്ത് വെച്ചോണ്ട് കിടക്കാനൊക്കെ ദേഷ്യം വരും. Even Moses was upset. ഞാനായിരുന്നെങ്കിൽ എടുത്ത് ഞാൻ ഏണനെടുത്ത് ആഴോട്ടിട്ട് എങ്ങോട്ടല്ലേ പോടാന്ന് പറഞ്ഞു. I would have thrown everyone down. അതുകൊണ്ടാണ് അവന്റെ വരെ മോശ എന്ന് പറഞ്ഞാൽ മോഷ്യാക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. The name Moses means drawn out of water. എന്നാൽ നമുക്കൊരു മോഷിയാക്ക് മോഷിയാക്ക് എന്ന് പറഞ്ഞാൽ മോഷിയാക്കില്ലേ, ആ മോഷിയാക്ക് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് വന്നവരാ. And we have Yeshua HaMoshiach, he comes from heaven. ആമേൻ, ഹല്ലേലൂയ. മറ്റേത് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാ. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവന് ദേഷ്യം വരുമെന്ന്. One who is drawn from water will get സ്വർഗത്തിൽ നിന്ന് വന്നവന് ദേഷ്യം വരത്തില്ല. അവൻ അറക്കാൻ കൊണ്ടു നിർത്തിയ ചെമ്മരിയാടിനെ പോലെ തല കുനിച്ച് മിണ്ടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അവൻ മിണ്ടത്തില്ല. അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ്. നിന്റെ ബലഹീനതയിൽ അവൻ തുടർന്നിക്കുന്നവനാണ്. The one who came down from heaven will not get angry. He is like a lamb led for slaughter. He will stand with you. മോശ പ്ലസ് എക്കാക്കാണ്. നിങ്ങൾ നോക്കിയാൽ മോശ പ്ലസ് എക്കാക്കാണ് മോഷിയാക്ക്. Moshe plus Ekak is Moshiach. ആ മോഷിയാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കും. He will speak for us. ഹല്ലേലൂയ. അങ്ങനെ അവര് മരുഭൂമിയുടെ അവസ്ഥ വിട്ടിട്ട് റഫദീമിൽ വന്നു. The people are now camping in Rephidim. റഫദീം എന്നുള്ള എബ്രായ വാക്കിന്റെ അർത്ഥം റെസ്റ്റിംഗ് പ്ലേസ് എന്നാ, വിശ്രമ സ്ഥലം എന്നാ. Rephidim in Hebrew means resting place. റഫദീം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിശ്രമ സ്ഥലം എന്നാ, റെസ്റ്റിംഗ് പ്ലേസ് എന്ന് തന്നെ അതിന്റെ അർത്ഥം. The name Rephidim means resting place. ഇന്ന് രാവിലെ വിശ്വസിക്ക്, ജൂലൈ മാസം 2025 ജൂലൈ മാസം 20 തീയതി നീ ഇത്രയും നാൾ മരുഭൂമിയുടെ അവസ്ഥയാണെങ്കിൽ നീ ഒരു വിശ്രമ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ ഈ സെക്കൻഡ് മുതൽ നീ ആകുലപ്പെടേണ്ട കാര്യമില്ല, നീ പരിതാപപ്പെടേണ്ട കാര്യമില്ല, ഒന്നുമില്ലെന്ന് പറയേണ്ടവനല്ല. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി സകലതിനെ ചെയ്യുക. This month of July, as we are entering, believe that you are entering into a resting place. Something that is favorable. എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ അതിനകത്ത് എത്തിച്ചേർന്നിരിക്കുക? How many of you believe that you've reached? നമ്മൾ ഇങ്ങനെ എത്തിച്ചേർന്ന് സന്തോഷിക്കുമ്പോഴാ അമാലേക്ക് വരുന്നത്. The moment you think that you've reached there, നമ്മൾ Amalek സന്തോഷിച്ച് ആർത്ത് രസിക്കുമ്പോൾ അമാലേക്ക് താണ്ട് കയറി വരുന്നു. That's when Amalek comes. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം കാണിച്ചിട്ട് അവിടെ അമാലേക്ക്, അമ്മാൽ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അമാൽ എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അർത്ഥം ട്രബിൾ, വറീസം, ലേബർ, ഇങ്ങനെയൊക്കെ പറയുന്ന പെയിൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എന്ന് വെച്ചാൽ കഷ്ടതകൾ, വേദനകൾ, പരിതാപങ്ങൾ, മോശപ്പെട്ട അവസ്ഥകളൊക്കെയാണ് അമൽ എന്നുള്ള വാക്കിന്റെ. അമൽ AMEL എന്ന് എഴുതിയ AMAL എന്ന് എഴുതിയ 2 വാക്കുമുണ്ട്. അതൊക്കെ ഡിക്ഷണറിയൊക്കെ ശ്രദ്ധിക്കുന്നവർ നോക്കിയാൽ മനസ്സിലാകും. ഇതിന്റെ എല്ലാ അർത്ഥം എന്താ പറയാ? പെയിൻ, വറീസം, ട്രബിൾ, റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാമാണ്. ഈ നീ സന്തോഷത്തോടെ സുഭിക്ഷിതമായിരിക്കുമ്പോൾ ഒന്ന് കയറി നോക്കുക. എങ്ങനുണ്ട് ഒന്ന് നോക്കും. Rephidim means resting place, and people were just enjoying rest. That's when Amalek comes. The word Amal means trouble, worries. Amen. ഇതൊരു യുദ്ധമാണ്. It's a war. ഇതൊരു യുദ്ധമാണ്. It's a war. ഈ യുദ്ധമായിട്ടേ കാണാവൂ, എതിർപ്പായിട്ടല്ല കാണാം. ഇതൊരു യുദ്ധമായിട്ട് കാണണം. Consider this as a war. നമ്മൾ 9-ാമത്തെ വാക്യം തൊട്ട് ഈ 17-ാം അധ്യായത്തിന് 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിരിക്കും. ഞാൻ 1-2 വാക്കിലിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അവിടെയാണ് ലീഡർഷിപ്പ് ആക്ടിവേറ്റഡ് ആകുന്നത്. And when there is a war, the leadership gets activated. മോശയോട് ആരും പറയണ്ട, മോശ പെട്ടെന്ന് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. Moses goes to an elevated place to pray. അതിന് മുമ്പായിട്ട് യോശുവയെ വിളിച്ചു പറയുക. യോശുവ എപ്പോഴും കൂടാരത്തിന്റെ അടുക്കൽ ഇരിക്കുന്നവനല്ലേ, ബെസ്റ്റ് ആള് യോശുവ എന്ന് ഇവനറിയാം. And Moses calls Joshua, who is always around the tent. യോശുവയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് താഴ്വാരത്തിലോട്ട് തക്കതായിരിക്കുന്ന ആൾക്കാരെ വിളിച്ചോണ്ട് താഴോട്ട് പോയി അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. You go down to the valley and fight with them. അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. Go fight with Amalek. ഞാൻ ഇവിടെ കയറി നിന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച വടിയുണ്ടല്ലോ, ആ വടി ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചോളാം.
I will lift the rod and pray. You go അങ്ങനെ fight. മോസസ് കയറി അഹരോനും ഹൂരും, ഇതാണ് ലീഡർഷിപ്പിന്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. കൂടെ ആരെങ്കിലും ഒക്കെ നിൽക്കണമെന്നേ. Some people have to stand with leadership. ഇത് തന്നെ എടുത്തിട്ടേച്ചങ്ങ് പോവുകയല്ലേ, കൂടെ നിൽക്കണം. പ്രാർത്ഥിക്കാൻ കയറുമ്പോ ആവശ്യത്തിനകത്ത് കൂടെ നിൽക്കുന്നവരാണ് കൂട്ടുകാരെന്ന് വിളിക്കുന്നത്. Those who stand are called friends. ആമേൻ, ഹല്ലേലൂയ. അഹരോനും ഊരും കൂടെ കയറി. Aaron and Ur stood along with മോശ them. വടി ഉയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ താഴ്വാരത്തിൽ യുദ്ധം ചെയ്യുന്ന യോശുവ ജയിക്കുക. As long as Moses' hand prevailed, മനുഷ്യനല്ലേ Joshua won the battle. എത്ര നേരം ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നത്? നിങ്ങൾ ഓർത്തോണം, മുമ്പിൽ നിൽക്കുന്ന ആള് എത്ര നേരം പല കാര്യം ചെയ്യുന്നത്. അവന്റെ കൈ ക്ഷീണിച്ചു താഴുമ്പോൾ അമാലേക്ക് ജയിക്കും. And the moment his hand was weary, Amalek started ഇത് ആർക്ക് prevailing. മനസ്സിലായി? കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകണം. ലീഡർഷിപ്പ് ക്ഷീണിക്കുന്നത് മനസ്സിലായാൽ ലീഡർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ കയറി നിൽക്കണമെന്ന് അർത്ഥം. Which means when you feel leadership is growing weary, you must stand up to support them. അഹരോന് ഒരു when leadership suffers, amen, hallelujah, worry, amen, hallelujah, rest of the people suffers. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലീഡർഷിപ്പ് വറിയിൽ വരുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ആമേൻ, അതിനകത്തിരിക്കുന്ന മെമ്പേഴ്സ് വിൽ സഫർ. The moment leadership worry or grow weary, people will suffer. നിങ്ങൾ വിചാരിക്കുന്ന ലീഡർഷിപ്പിന് എളുപ്പമുള്ള കാര്യം ചുമ്മാ കയറിയുന്നവൻ അല്ലല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കകത്താണ് ലീഡർഷിപ്പിന്റെ ശക്തിയും ബലവും എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞതിന്റെ കാര്യം. Which means you must hold and pray for your leaders. That's where their strength lies. മോശയെ പിടിച്ച ഒരു കല്ലിന്റെ മേൽ ഇരുത്തി. They put Moses' hand under a stone. കൈ ഉയർത്തി പിടിക്കുമ്പോൾ യോശുവ ജയിക്കും. കൈ താന്നു പോയാലോ അർത്ഥം എന്താ? യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുക. And the moment his hand came down, Amalek was prevailing. ഇവിടെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുമിച്ച് നിൽക്കേണ്ട ചില സമയങ്ങളുണ്ട്. ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ. നീ മനസ്സിലാക്കണം, ഇതേ അമാലേക്ക് കയറി വരുന്നുണ്ട്, അമാലേക്ക് വന്നിട്ടുണ്ട്. അമാലേക്കിനെ കാണുമ്പോൾ നീ ഇട്ടേച്ചല്ല പോകേണ്ടത്. അമാലേക്കിനെ കാണുമ്പോൾ നീ ചേർന്ന് നിന്ന് കരം ഉയർത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ നീ സഹായകനായിട്ട് നിൽക്കണം. You have to help the leadership when Amalek comes. ലീഡർഷിപ്പ് ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ നീ ഒരുമിച്ച് നിൽക്കണം. You have to stand ബെടക്ക together. വർത്താനം പറയരുത്, ഒരുമിച്ച് നിൽക്കണം. Stand together. എങ്ങനെയാണ് ലീഡർഷിപ്പ് ക്ഷീണിക്കുന്നത്? How does the leadership grow tired? മാറി നിൽക്കുക, മാറി നിന്നുകളെ. They will stand away. അവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, Murmur, complain, ഇട്ടേച്ചു പോകും, leave, ഒറ്റപ്പെടുത്തി കളയും, leaving alone, ഭിന്നത വരുത്താൻ നോക്കും ഇതിന്റെ ഇടയ്ക്ക്. division. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതൊക്കെ എങ്ങനെയാണ് ലീഡർഷിപ്പ് ക്ഷീണിച്ചു പോകുന്നത്? തകർന്നു പോകും, തരിപ്പണമായി പോകും. And that's how leadership grows weary. ഇവിടെ ചേർന്ന് നിൽക്കേണ്ടത്. You have to stand എന്തിനാ ചേർന്ന് together. നിൽക്കറിയാ? ശരിക്കും പറഞ്ഞ ഈ ജയം നിന്റെയും കൂടാ. Because this victory ഇപ്പം is നീ your അല്പനേരം victory. ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇനിയും വരാൻ അമാലാക്കിനെ ജയിച്ചു വരുന്ന ജയം നിന്റെയും കൂടെ ആയി തീരണമെങ്കിൽ ഇപ്പൊ നീ ചേർന്ന് നിൽക്കണം. You have to stand together to enjoy the victory. ഹല്ലേലൂയ. അങ്ങനെ ചേർന്ന് നിന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? വിക്ടറി വിൽ ബി യുവേഴ്സ്. ആത്യന്തികമായ ജയം എന്റെയും കൂടി ആണെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിനൊരു മഹത്വം കരേറ്റിക്കാട്ട്. Stand together and the victory is yours. ഇത് പലർക്കും അറിയത്തില്ല. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നമ്മളെ ഇച്ചിരി കൂടെ നീങ്ങി നിന്നേ മോനെ, ഇങ്ങ് വന്നേ. മോസസ് ഇങ്ങോട്ട് വന്നേ. മോസസ് വന്നേ, കയറി നിൽക്കും മേളോട്ട്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ. ആരോനെ ഊരു പുസ്തകം വെച്ചിരിക്കുക. ചവിട്ടി പറിച്ചൊന്നും കളയല്ലേ. ഇവിടോട്ട് നിന്നു, കയറി നിന്നു. ഇതാണ് തന്നെ. ഒരു മിനിറ്റ്. ഇത് ആദ്യം ഒരു മിനിറ്റ്. ഇവരിവിടെ താഴെയുണ്ട് എപ്പോഴും. ഇത് കണ്ട് ഈ വടിയാ, ദൈവം കൊടുത്ത വടി കണ്ട് ഉയർത്തിക്കുന്നുണ്ട്. ഇവിടെ അവിടെ യോശുവ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. ഇതൊക്കെ അമ്മാലേക്ക് എഴുന്നേറ്റ് പാടാം, മുടിയുള്ളവനെ. അമ്മാലേക്ക് ഭയങ്കര യോശുവ അമ്പും വില്ലും കുന്തവും എല്ലാം എടുത്ത് കേട്ടോ. അവനെ കണ്ടാൽ തന്നെ ഇവൻ പേടിച്ചു പോകും. അമല് യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ വടി ഉയർത്തിയിരിക്കുമ്പോൾ അമാലേക്ക് താഴെ പോവുകയാണ്. താഴെ വീഴറാ. ഇതൊക്കെ പറഞ്ഞല്ലോ, താഴെ വീഴുകയാണ്. അപ്പൊ കണ്ട് ഇവിടെ ക്ഷീണിച്ചപ്പോൾ കണ്ടില്ലേ, ഇവൻ താഴെ വീഴും. കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ അവരോന് ഊരുവിന് എന്തോ മനസ്സിലായി. അപ്പോഴത്തേക്ക് കുറെ ക്ഷീണിക്കുന്നു. അച്ചായന്റെ കൈയെല്ലാം ക്ഷീണിക്കുന്നു. അങ്ങോട്ട് കയറി നിന്നു. രണ്ട് സൈഡിൽ കയറി എന്ന് വെച്ച് ഈ കൈ ഒരിക്കലും നീ തോക്കാതിരിക്കുവാൻ എഴുന്നേറ്റ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും തോക്കാതിരിക്കുവാൻ അവർ കരത്തെ താങ്ങി പിടിച്ചു. അമാലേക്ക് എന്നേക്കുമായി പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. നിങ്ങൾ മനസ്സിലായോ? ഇതേ ജയമാണ് ക്രൂശിൽ നിങ്ങൾ കാണുന്നത്.
This is the victory that we ഇതേ see on ജയമാണ് the cross. ക്രൂശിൽ നിങ്ങൾ കാണുന്നത്. ക്രൂശിൽ യേശു എങ്ങനെ നിന്നത്? യേശു എങ്ങനെ ക്രൂശിൽ നിന്ന് ഇത് കണ്ടില്ലേ? അവൻ കരങ്ങളെ ഉയർത്തി ആത്യന്തികമായിരിക്കുന്ന വിടുതൽ നമുക്ക് നൽകി തന്നവനാ. He stood on the cross and given us the ultimate victory. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ കൈ താണില്ലെന്നർത്ഥം. The hand of Jesus did not go യേശുവിന്റെ down. കൈ താണിരുന്ന് നമ്മൾ തോറ്റുപോയനെ. If his hand came down, അവന്റെ we would have കരത്തെ been വലിച്ചു പിടിച്ചത് കൊണ്ട് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നു. because his hands were stretched, the life of God began to come into us. ഹല്ലേലൂയ. Hallelujah. പറഞ്ഞേ, ഈ ജയം എന്റെ ജയമാണ്. This victory is mine. This victory is my victory. This victory is ഇവിടെ my ഇരിക്കുമ്പോ victory. യേശുവിനെ നോക്കി പറ, അവൻ കുരിശിൽ ജയിച്ചത് എനിക്ക് വേണ്ടിയാണ്. He won on the cross for me. എന്റെ രോഗങ്ങളെയാണ് അവൻ വഹിച്ചത്. He carried my എന്റെ sickness. വേദനകളെയാണ് അവൻ എടുത്തത്. He took away my pain. അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എന്റെ മേലായി. And by his stripes I'm healed. നിങ്ങൾക്ക് മനസ്സിലായോ? താങ്ക് യു മോനെ. നിങ്ങൾക്ക് മനസ്സിലായി? ഇടുക്കം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനാ ഇടുക്കം. Understanding this is narrow road. Amen. Those who labor for other things get tired. നമുക്ക് തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെല്ലാം ക്ഷീണിച്ചു പോകും. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിച്ച് നീ ക്ഷീണിച്ചു പോകും. If you are laboring for other things, you will get മറ്റു tired. കാര്യങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിച്ച് നീ ക്ഷീണിച്ചു പോകും. If you are laboring for other things, you will get tired. But we are called to have that rest in Jesus. യേശു കർത്താവിലെ വിശ്രമം അനുഭവിപ്പാനാ എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെ വിളിച്ചത്. But he is called to enjoy the rest in അതുകൊണ്ട് Christ. രാവിലെ എഴുന്നേറ്റിട്ട് പറയേണ്ട, കർത്താവേ ജീവൻ, എനിക്ക് ഈ ജീവൻ പോരാ, നിന്റെ സമൃദ്ധമായ ജീവൻ വരണം. എന്റെ തലമുടി തൊട്ട് എന്റെ കാലിന്റെ നഖം വരെയുള്ള എല്ലാ കാര്യത്തെയും യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകുന്നു. കുരിശിൽ നീ നേടിത്തന്ന ജയം എനിക്ക് എന്റെ ശരീരത്തിൽ കൂടി പ്രകടമാക്കണം. The victory that Jesus purchased on the cross should be revealed in every part of my body when I wash every organ head to toe with the blood of Jesus. നമുക്കറിയത്തില്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കറിയത്തില്ല നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ ആന്തരിക ഇന്റേണൽ ഏതൊക്കെ ഓർഗൻസ് ഉള്ള നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. We don't even know our internal organs. നമ്മുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ മങ്ങും നമുക്കറിയത്തില്ല. We don't know how our eyes go dim. പക്ഷെ നമ്മുടെ കണ്ണുകളെ കാഴ്ചയെ യേശുവിന്റെ രക്തത്താൽ കഴുകുക. Wash your eyes with the blood of Jesus. ആമേൻ. ഹല്ലേലൂയ. Hallelujah. നമ്മളിത് പറഞ്ഞല്ലേ ഈ എറിയാമോളിരുന്ന് കണ്ടില്ലേ? അവിടെ ആരാധിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജിഫിൻ അവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ അധികാര പ്രഖ്യാപനം പറയാം. അവന് പറയാനൊന്നും അറിയത്തില്ല, പക്ഷെ അവനെല്ലാം മനസ്സിലാകാൻ തുടങ്ങി. എന്നാ കാര്യം എന്നറിയോ? ഈ ജീവന്റെ സമൃദ്ധി ഒഴുകുവാൻ, സുനിലിന്റെ മേൽ അത് ഒഴുകുവാൻ നിങ്ങൾ മാതാപിതാക്കന്മാർ അവനോട് പറയണം, ജീവന്റെ സമൃദ്ധി ഒഴുകട്ടെ. We parents might declare the abundant life on our children, that it might flow through them. ആദമിന്റെ ജീവനാ നമ്മുടെ എന്ന് പറയാനുണ്ടല്ലോ. വലിയ ക്ലാസ്സിലൊന്നും പോകണ്ട. ആദമിന്റെ അടുത്ത പുള്ളികളാണ് നമ്മൾ പറഞ്ഞോണ്ട് നടക്കത്തേ ഉള്ളൂ. അതാ വിശാല വഴി. If you think that Adam's life is flowing in you, you are in the broad way. ആദമിന്റെ ജീവനല്ല നമ്മുടെ മേൽ ഇരിക്കുന്നത്. We don't have Adam's life. അവൻ ആദാമ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാ. He went away എന്നാൽ from ഒരുത്തൻ God. നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. അവന്റെ ജീവന്റെ പേരാണ് ജീവന്റെ സമൃദ്ധി. But someone has brought us near to God, and that is life abundant. ആദാമിന്റെ ജീവനുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. നമുക്ക് ബന്ധമുള്ള യേശു കർത്താവിന്റെ ജീവനും അത് ഉണ്ടാക്കപ്പെടാത്തതായ ജീവനാ. That is life abundant, uncreated life. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളുടെ അകത്തിരിക്കുന്ന ജീവൻ ഉണ്ടാക്കിയ ജീവനല്ല, ഇതുവരെ ഉണ്ടാക്കപ്പെടാത്തത് എന്തെങ്കിലും ദൈവത്തിനുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ജീവനാണ്. അതാണ് ഇന്ന് എന്റെ നിന്റെ അകത്ത് വന്ന് കയറിയത്. And that life is in you and me. ഹല്ലേലൂയ. അതിനായി ഇവൻ കുരിശിൽ മരിച്ചത്. That's why he died on the cross. ഹല്ലേലൂയ. റെസ്റ്റിംഗ് ഇൻ ഹിം, അവനിൽ വിശ്രമിച്ചാണ്ടല്ലോ. അത് നാരോവേ. When you rest in him, എന്ന് you are പറഞ്ഞു in the കഴിഞ്ഞാൽ narrow way. എന്നാ കാര്യം എന്നറിയോ? ഇങ്ങ് വന്നേ മക്കളെ, ഇങ്ങ് വന്നേ. ഹല്ലേലൂയ. ഇവനിൽ വിശ്രമിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവനിൽ വിശ്രമിക്കണമെങ്കിൽ യേശുവ ഇവനിൽ വിശ്രമിക്കണമെങ്കിൽ ഞാൻ ഇവനോട് ക്രൂശിക്കപ്പെടണം. To rest in him, we must get crucified with him. എനിക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. I can't work. I'm crucified along with him. ഞാൻ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുകയാണ്. I am joined with Christ. എനിക്ക് എന്ത് പ്രവർത്തിക്കാൻ? ഇതാ ഇടുക്കം, നാരോ വേ. This is the narrow way. എന്റെ മിടുക്കല്ല. അപ്പൊ പറയാണ്, നീ നേടിത്തന്ന ജയമില്ലേ, അതെനിക്ക് മതിയെന്ന്. This is not my smartness. I അപ്പൊ just want your victory. യേശു അങ്ങനെ ചെയ്തപ്പം യേശു ഏറ്റവും പിച്ച ചട്ടിയെടുത്ത് ദരിദ്രവാസിയായി പോകുമായിരുന്നു.
When Jesus did it, he did ആ not become കൊലോസ്യ poor. ആമേൻ ഫിലിപ്പിയർ 2-ാം മുതൽ എഴുതുമ്പോൾ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ അവൻ ദാസവേഷം ധരിച്ച് ഏറ്റവും താഴേക്ക് പോയപ്പോൾ സ്വർഗത്തിലെ പിതാവായ ദൈവം അവനെ എല്ലാ നാമത്തിലും മേലായ നാമമായി ഉയർത്തിയെങ്കിൽ, He who did not consider his own equal with God, but took the form of a servant, the God of heaven gave him a name above all other names and glorified അവനെ him. അവന്റെ നാമത്തെ ഉയർത്തിയെങ്കിൽ അവനോട് കൂടെ ചേർന്നിരിക്കുന്ന എന്റെ നാമത്തെ അതുപോലെ ഉയർത്തിയതാ. If God lifted his name above നിന്റെ every other നാമത്തെ name, നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാണുന്നവനാണ് ഈ ദൈവം. your name will also be lifted because you're the apple of his eyes. സ്വന്തം വഴിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ വഴി ഇന്ന് ആ ശരീരത്തിന്റെ മേലെല്ലാം നിങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അയച്ച് പ്രാർത്ഥിച്ചോണം. Send the blood of Jesus over all your അങ്ങനെയൊക്കെയല്ലേ organs and ഇവിടെ pray. ജീവിക്കുകയല്ലേ മനുഷ്യരല്ലേ. അങ്ങനെ അസുഖങ്ങളൊക്കെ വരട്ടെ, ആമേൻ. നിന്റെ റഫീദിമിനകത്തേക്ക് അമാലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമാലേക്കിനെ തോപ്പിക്കുവാനുള്ള ഉത്തരവാദികളെ നീ എഴുന്നേൽപ്പിച്ചു നിർത്തണം. If an Amalek has stepped into your Rephidim, send out people authorized to fight against the Amalek. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നീ ആമേൻ ഈ മരുഭൂമിക്കകത്തൂടൊക്കെ നടന്ന് സിന്നെന്ന് പറയുന്ന മരുഭൂമിയെ വിട്ടിട്ട് ദൈവം ഒരുക്കിയ വിശ്രമ സ്ഥലത്തേക്ക് കയറുമ്പോൾ നീ വിചാരിക്കരുത് നിനക്ക് എങ്ങനെയും പോകാമെന്നല്ല. നിന്നെ തോൽപ്പിക്കാൻ പിന്നെയും ഇരുട്ടിന്റെ ശക്തികൾ, ആമേൻ, ഇൻഫ്ലുവൻഷ്യൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളവരെ നീ എഴുന്നേൽപ്പിച്ചോടും. You must raise people to pray for you when forces of darkness comes your way. When നിനക്ക് you വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരെ നീ ഉത്തേജിപ്പിച്ചോണം. You must raise people to pray for you. അവര് പ്രാർത്ഥിക്കും. അതാണ് അവൻ പൗലോസ്ലീഹ പറയുന്നത്, യാക്കോബ് പറയുന്നത്, യാക്കോബ് 5:13. അങ്ങനെ നിനക്ക് വന്നാൽ നീ ഉടനെ ഇൻഫോം ചെയ്യേണ്ടിടത്ത് ചെയ്താൽ അവര് പ്രാർത്ഥിച്ചാൽ നിന്റെ സകല വ്യാധികളും മാറിപ്പോകും. When you inform people and when they pray for you, your sicknesses will vanish. അതുകൊണ്ട് 5:13 യാക്കോബ് 5:13 എഴുതിയിരിക്കുന്ന കണ്ടില്ല. ഇത് പറയത്തില്ല, ഇത് വിഴുങ്ങി അകത്ത് വെച്ചോണ്ടിരിക്കുക. അകത്ത് വെച്ച് അങ്ങനെ ചത്തുപോത്തേ ഉള്ളൂ. പിന്നെ അറിയണ്ട, ആരും അറിയാതെ നിന്റെ മേൽ എന്തിനാണ് ഉത്തരവാദികളെ ആക്കി വെച്ചിരിക്കുന്നത്? Why there are people responsible over you? അതുകൊണ്ടാണ് നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. When you are in trouble, pray. നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നവർ നിങ്ങൾ പാട്ട് പാടണം. യു കം ഫോർ ദ വർഷിപ്പ്. Sing hymns when മക്കളെ, you are യാക്കോബ് ജെയിംസ് 5:13 നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം? If you are in trouble, pray. തന്നെ പ്രാർത്ഥിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അതാ താഴോട്ട് പറയുന്നത്. നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം? തന്നെ ഇരുന്ന് പാട്ട് പാടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അതാ വർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നീ ഇരിക്കണം. Be part of നിങ്ങളിൽ worship. അടുത്ത എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക് Rejoicing. നിങ്ങളിൽ ധീരമായി കിടക്കുന്നവൻ ലീഡർഷിപ്പ് ആക്ടിവേറ്റഡ് ആകും. നീ നിന്റെ ലീഡർഷിപ്പിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇതങ്ങ് വിഴുങ്ങ തന്നെ തമ്മിൽ. ആരും അറിയണ്ട, പാസ്റ്റർ അറിയണ്ട, ആരും അറിയണ്ട. അറിഞ്ഞാൽ അത് മോശം. എന്തോ മോശമാ? നിന്റെ ഉത്തരവാദിത്തമാ ആ പ്രാർത്ഥന ചോദിക്കുക എന്ന് പറയുന്നത്. Asking for prayer is responsibility. It's not a shame. ഇപ്പൊ നോക്കിക്കോണം, ഞാനിത് പറഞ്ഞു കഴിയുമ്പം ലൈനായിട്ട് എല്ലാവരും വന്ന് ചോദിക്കും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അതായി കുഴപ്പവും. Just because I say don't come up here for a line. അങ്ങനല്ല, നിന്റെ അകത്തി ബോധം വരണം. ഇടുക്ക കാര്യം നീ നിന്നെ കൊല്ലാതെ അത് വരത്തില്ലെന്ന് അർത്ഥം. It is narrowness of your mind that is stopping നീ you ഒരു from asking ബ്രോഡ്വേ for ക്രിസ്ത്യന്, prayer. നീ ഒരു ബ്രോഡ്വേ വിശാല വഴിയിൽ സഞ്ചരിക്കുന്ന ക്രിസ്ത്യാനിയായി അവസാനിക്കാതെ ഇതിനകത്ത് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. അങ്ങനെയാണ് ഇതിനകത്തൂടെ പോയി എനിക്ക് ഇതുവരെ ലഭിക്കാത്ത ആ സൗഖ്യം കിട്ടിയേ ഒക്കത്തുള്ളൂ. Come out of the narrowness of your mind. You have to go through the narrow way and get that healing. Are you getting me? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആക്ഷരികമായിരിക്കുന്ന സൗഖ്യം നിന്റെ അവകാശമായി മാറും. If that is the case, you will receive eternal, literal healing. എല്ലാവരും ഇതിനകത്തും അമലേക്ക് വരും. Everyone will face Amalek. അതങ്ങനെയാണ്. അതാണ് സിസ്റ്റം. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. Amalek can come against us. That's the system. അങ്ങനെ ആ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നിനക്ക് ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നത്. That's how we reveal the kingdom എടാ, of ഇത് God. ഇസ്രായേൽ മക്കളാണ് എങ്ങനെ അറിയുന്നത്? യുദ്ധം വന്നാലല്ലേ ഇസ്രായേൽ മക്കളാണെന്ന് അറിയത്തുള്ളൂ. യുദ്ധമുണ്ട്. യുദ്ധത്തിനകത്ത് നീ തോക്കാനല്ല, നിനക്ക് വേണ്ടി നീ ജയിച്ചു നിൽക്കാനാണ്. Because of war, children of Israel were known, and that when they got victory. യേശുവാണ് എന്റെ വിശ്രമം. Jesus is my rest. പക്ഷെ ലോകത്തിൽ എനിക്കത് വെളിപ്പെടുത്തണമെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടി ഞാൻ പറഞ്ഞു, യേശു മാത്രമാണ് രക്ഷകൻ. For me to reveal Christ to the world, I must go through some things like this. When you work, God will take rest. When you work, God will take rest.
When you rest, God will work for you. Amen. നീ പ്രവർത്തിച്ചാൽ ദൈവം വിശ്രമിക്കും. If you work, God will നീ rest. വിശ്രമിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. When you rest, God will work. നീ രാവിലെ അങ്ങോട്ട് പോയി ഇരുന്നേച്ച് ഒന്നുമില്ലാതിരിക്കുന്ന സ്ഥലത്ത് പറയുക, കർത്താവേ എൻ്റെ ഒന്നുമില്ല, പക്ഷെ നീ ഉണ്ട്. When you have nothing, you ഞാൻ tell പറയട്ടെ, God, I മൊത്തം have you. പൂജ്യമാണ്, മൊത്തം പൂജ്യം, ആന വട്ട പൂജ്യമാണ്. I have a huge പക്ഷെ അതിന്റെ zero. ഇപ്പുറത്തോട്ട് ഈ ഒരുത്തൻ കയറി നിന്നാൽ നിന്റെ പൂജ്യങ്ങൾക്കെല്ലാം വിലയുള്ളതായി തീരും. But if someone stands next to you, the zeros become valuable. ദൈവസന്നിധിയിലൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ട് ഇന്ന് അത് പറഞ്ഞ് നിന്റെ റഫീദീമിനെ ഉറപ്പിക്കേണ്ട ദിവസമാണ്. നിന്റെ സീൻ മരുഭൂമിയിൽ നിന്നുള്ള നിന്റെ റഫീദീമിലേക്കുള്ള പ്രവേശത്തിൽ കൂടി നിനക്ക് വരുന്ന യുദ്ധങ്ങളെ ജയിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ, ശക്തി തരട്ടെ. May the Lord give you strength and grace to overcome every battle that you face in your Refidim.